ഏകദേശം 16 മാസങ്ങൾക്ക് മുന്നേ ഉൽപ്പന്നങ്ങളാകുന്ന വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് മനോഹരമായ ഒരു അവസരത്തെ, ഓപ്പർച്യൂണിറ്റിയെ എന്റെ കൈകളിലേക്ക് എത്തിക്കാൻ എറണാകുളത്ത് നിന്നും ഒരു 4 പേര് വന്നിരുന്നു ട്രിവാൻഡ്രത്തേക്ക്. ഒന്ന് ഞാൻ പ്രേമേട്ടൻ എന്ന് വിളിക്കുന്ന എന്റെ പ്രേമേട്ടൻ, പ്രദീപേട്ടൻ, അതുപോലെ തന്നെ വിനോദ് സാറ്, ഹേമന്ത് സാറ്. ഇവര് 4 പേരുമാണ് എറണാകുളത്ത് നിന്ന് ആദ്യമായി എന്നെ കാണാൻ ട്രിവാൻഡ്രത്തേക്ക് വന്നത്. അന്ന് എന്റെ കയ്യിലേക്ക് വെച്ച് നീട്ടിയതാണ് ഈ ഒരു മനോഹരമായ അവസരം. അത് ഞാൻ സ്വീകരിച്ചു. എനിക്ക് അങ്ങനെ ഒരു അവസരം എന്റെ കയ്യിലേക്ക് വെച്ച് തന്ന ഈ ലീഡേഴ്സിനെ നന്ദിയോടെ സ്മരിക്കുന്നു. RCM എന്ന് പറയുന്ന 3 അക്ഷരത്തിന്റെ ചോട്ടിൽ മനോഹരമായ 2 വാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. RCMന്റെ ചോട്ടിൽ എഴുതി വെച്ചിരിക്കുന്ന 2 മനോഹരമായ വാക്കുകളുണ്ട്. ട്രാൻസ്ഫോമിംഗ് ലൈഫ്, ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഇന്ത്യയിലെ ഓരോ സാധാരണ വ്യക്തികളുടെയും ജീവിതത്തെ മാറ്റിക്കൊണ്ട് ഇന്ത്യയെ മാറ്റുക എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യമാണ്. ആ 3 അക്ഷരങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഒരു വലിയ ലക്ഷ്യമുണ്ട്. ആദ്യമായിട്ട് കേൾക്കുന്ന നമ്മളിൽ പലർക്കും ചിലപ്പോൾ തോന്നും, ഇതൊക്കെ ലക്ഷ്യങ്ങളൊക്കെ വെറുതെ എഴുതി വെക്കുന്നതല്ലേ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് തോന്നും. എന്നാൽ 18, 15, 16 വർഷങ്ങളായിട്ട് ആത്മവിശ്വാസം എന്ന് പറയുന്ന, അല്ലെ കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു ശക്തമായ അടിത്തറയിൽ നിന്നുകൊണ്ട് ഇത് പ്രാപ്തമാണ് എന്ന് നമ്മളെപ്പോലുള്ള സാധാരണ വ്യക്തികൾക്ക് കാണിച്ചു തന്ന ഗോപകുമാർ സാറിനെയും മൂർത്തി സാറിനെയും സുജിത് സാറിനെയും, അവരുടെയൊക്കെ മുന്നിൽ എന്താണ്, കുമ്പിടുക അല്ലാതെ നമുക്ക് മാർഗമില്ല. അത്രമാത്രം ആത്മവിശ്വാസത്തിന്റെ മഹാമേരുക്കളാണ് അവരെല്ലാം. അവരെയും സ്നേഹപൂർവം, നന്ദിപൂർവം വണങ്ങിക്കൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു പ്രസന്റേഷൻ ചെയ്യുകയാണ്. പ്രസന്റേഷൻ മീൻസ് ഒന്നുമില്ല, നമ്മൾ സാധാരണ സംസാരിക്കുന്നത് പോലെ. പുതുതായിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. RCM ചെയ്തുകൊണ്ടിരിക്കുന്ന, സ്ഥിരമായി നമ്മൾ RCMന്റെ ഭാഗമായിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ലീഡേഴ്സ് ആയിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഹേമന്ത് സാർ പറഞ്ഞതുപോലെ ഞാനൊരു തുടക്കക്കാരനാണ്. ഇതെന്റെ 17ാമത്തെ മാസമാണ്. എന്റെ ജനന തീയതി എന്ന് പറയുന്നത് 2020 ജൂൺ 23 2020 ജൂൺ 23. ജനന തീയതി എന്ന് പറഞ്ഞാൽ RCMൽ എന്റെ ബർത്ത് ഡേറ്റ് ആണ്. 2020 ജൂൺ മാസം 23 തീയതിയാണ് ഞാൻ RCMൽ ജോയിൻ ചെയ്യുന്നത്. ഇതെന്റെ 17ാമത്തെ മാസമാണ്. 16ാമത്തെ മാസം പിന്നിട്ട് 17ാമത്തെ മാസമാണ്. 13ാമത്തെ മാസം ആണ് ഞാൻ സ്റ്റാർ എന്ന് പറയുന്ന, എല്ലാവരും RCMൽ വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിനകത്ത് ആദ്യം എന്തോ ഒരു പ്രത്യേകമായ ഒരു അട്രാക്ഷൻ, അല്ലെങ്കിൽ പ്രത്യേകത പോലെ കാണുന്ന ഒരു ലെവലാണ്. അല്ലെങ്കിൽ ആദ്യത്തെ വൈറ്റൽ ലെവൽ കഴിഞ്ഞ് ആദ്യത്തെ പിൻ ലെവൽ എന്ന് പറയുന്ന സ്റ്റാർ. 13 മാസം എടുത്തു സ്റ്റാറിലെത്താൻ. അത് കഴിഞ്ഞ് 15ാമത്തെ മാസം ഹേമന്ത് സാർ പറഞ്ഞതുപോലെ പ്ലാറ്റിനം ആയി. എന്റെ പ്ലാറ്റിനം ലെവലിലാണ് ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് കിട്ടിയ ഈ ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ എന്റെ കയ്യിലേക്ക് കിട്ടി, ഞാൻ മനസ്സിലാക്കിയ ഓപ്പർച്യൂണിറ്റി, RCM എന്ന് പറയുന്ന ഈ ഓപ്പർച്യൂണിറ്റി എന്താണ്, ഞാൻ മനസ്സിലാക്കിയ ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുന്നത്. RCMനെ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന, ഏറ്റവും നന്നായി അറിഞ്ഞിരിക്കുന്ന, ഏറ്റവും പ്രഗത്ഭരായ ലീഡേഴ്സിന്റെ മുമ്പിൽ ഞാൻ അറിഞ്ഞ RCMനെ പറയുന്ന സമയത്ത് എനിക്കറിയാം, ഒരുപക്ഷെ അത് RCM എന്ന് പറയുന്ന ഒരു മഹാസാഗരത്തിന്റെ ഒരു അല്പം മാത്രമായിരിക്കും. അത്രയും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ ശിശുവാണ്, ഇവിടെ 16-17 മാസമേ ആയിട്ടുള്ളൂ. പക്ഷെ 17 മാസത്തിനുള്ളിൽ ഞാൻ അറിഞ്ഞ RCMനെയാണ് ഞാൻ ഒന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്, പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്നത്തെ ഞാൻ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ പ്രസന്റേഷൻ എന്ന് പറയുന്നത്, ഈ പ്ലാറ്റ്ഫോമിൽ പുതുതായിട്ട് ആരെങ്കിലും വന്നിരിക്കുന്നുണ്ടെങ്കിൽ, RCM എന്താണെന്ന് അറിയാൻ വന്നിരിക്കുന്നവരെ കൂടി അവർക്ക് വേണ്ടിയിട്ടാണ് അവർക്കാണ് ഞാൻ ആദ്യത്തെ പരിഗണന കൊടുക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രസന്റേഷന്റെ ബേസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വിജയിക്കണമെന്ന് ആഗ്രഹിച്ച് വന്നിരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും ഒരുപക്ഷെ ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞാൽ ഞാൻ സംതൃപ്തനായിരിക്കും. സോ പുതുതായിട്ട് വന്നിരിക്കുന്നവർക്ക് വെൽക്കം ടു RCM ഓപ്പർച്യൂണിറ്റി മീറ്റ്. RCM നമ്മുടെ മുന്നിൽ തന്നിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് RCM ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു അവസരമാണ്. ജീവിതത്തിൽ ഹേമന്ത് സാർ പറയുന്നത് പോലെ RCM എന്ത് തരും എന്ന് ചോദിച്ചാൽ എല്ലാം തരും. ജീവിതത്തിൽ എന്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നു അവർക്ക് എന്തും ഇവിടെ നിന്ന് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു മനോഹരമായ അവസരമാണ് RCM. നോക്കൂ, ഈ അവസരം എന്താണ് ഈ അവസരത്തിന്റെ പ്രാധാന്യം? ഇന്നത്തെ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് നമ്മളെല്ലാം ഈ അവസരങ്ങളുടെ ആവശ്യക്കാരായിട്ട് മാറുന്നതെന്ന് അറിയണം. കഴിഞ്ഞ 1 വർഷക്കാലം നമ്മുടെയൊക്കെ ജീവിതം നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഗ്യാസിന് വില വർദ്ധിച്ചിട്ടുണ്ട്, പെട്രോളിന് വില വർദ്ധിച്ചിട്ടുണ്ട്, പാലിന് വില വർദ്ധിച്ചിട്ടുണ്ട്, ഇലക്ട്രിസിറ്റിക്ക് വില വർദ്ധിച്ചിട്ടുണ്ട്, ഗ്രോസറി ഐറ്റംസിന് വില വർദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിത്യോപയോഗ സാധനം, നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിത ചെലവ് വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ,
നമ്മുടെ വരുമാനം വർദ്ധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ഒരു വർഷമായി വരുമാനം വർദ്ധിച്ച എത്ര വ്യക്തികളാണ്, സാധാരണക്കാരാണ് നമ്മുടെ ചുറ്റിനുമുള്ളത്? എല്ലാവർക്കും അറിയാം നമ്മുടെ ചിലവുകൾ നിത്യേന കൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ പലർക്കും പ്രതിഷേധമാണ്, വിഷമമാണ്, പലരും വെറുപ്പാണ്. പക്ഷെ ഇതിലൊന്നും കാര്യമില്ല. ഇത് ഇങ്ങനെ വെറുത്തിട്ടോ വിഷമിച്ചിട്ടോ ഒന്നും കാര്യമില്ല. ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, വരുമാനം കൂട്ടുക. അത് നമ്മുടെ എല്ലാവരുടെയും, സാധാരണ എല്ലാ ആൾക്കാരുടെയും മുന്നിലുള്ള ഒരു ആവശ്യമാണ്, വരുമാനം കൂട്ടുക. പക്ഷെ എങ്ങനെ കൂട്ടണം എന്ന് മാത്രമാണ് അറിയാത്തത്. അവസരങ്ങളാണ് ഇല്ലാത്തത്. RCM നമുക്ക് വെച്ച് നീട്ടുന്നത്, അല്ലെങ്കിൽ RCM നമ്മുടെ കയ്യിലോട്ട് തരുന്നത് നമ്മുടെയൊക്കെ ഈ ജീവിത സാഹചര്യത്തെ മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരമാണ്. എന്നാൽ ഈ അവസരത്തിന്റെ ആവശ്യക്കാർ ആരൊക്കെയാണ് തിരിച്ചറിയണം. RCM ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും അറിയണം, അല്ലെങ്കിൽ എന്റെ മുന്നിൽ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും അറിയണം ആർക്കൊക്കെയാണ് ഈ അവസരങ്ങളുടെ ആവശ്യം, ആരെയൊക്കെയാണ് നമുക്ക് സഹായിക്കാൻ കഴിയുക. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എംപ്ലോയീസ് എന്ന് പറയും. എംപ്ലോയീസ്, ജോലിക്കാര്. നമുക്ക് വേണമെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരെയോ അധ്യാപകരെയോ ഒക്കെ ഈ കാറ്റഗറിയിൽ നിന്ന് മാറ്റി നിർത്താം, തൽക്കാലം മാറ്റി നിർത്താം. കാരണം ഏത് പ്രതിസന്ധിയിലും അവരുടെ ഒന്നും ശമ്പളം കുറയുന്നില്ല, വരുമാനം കുറയുന്നില്ല. എന്നാൽ പ്രൈവറ്റ് ഫേമിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഒന്ന് എടുക്കണം. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഒന്ന് ചിന്തിച്ചു നോക്കണം. കോവിഡിന്റെ പ്രതിസന്ധി വന്ന സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടു. ഒരുപാട് പേരുടെ ശമ്പളം പകുതിയായിട്ട് കുറഞ്ഞു. വരുമാനം വല്ലാണ്ട് കുറഞ്ഞവരാണ്. എന്തെങ്കിലും ചെയ്യണമെന്ന് അവർ ആഗ്രഹിച്ചാലോ അവർക്ക് സമയത്തിന്റെ സ്വാതന്ത്ര്യമില്ല. ഒരു എക്സ്ട്രാ വർക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ ടൈം ഫ്രീഡം ഇല്ല. ഞാൻ പറഞ്ഞത് എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ സമയത്തിന് സ്വാതന്ത്ര്യമില്ല. 9 മണി മുതൽ 6 മണി വരെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളിന് 9 മണിക്ക് മുന്നേ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കിട്ടണം, അല്ലെങ്കിൽ 6 മണിക്ക് ശേഷം ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കിട്ടണം. ടൈം ഫ്രീഡം ഇല്ല അവർക്ക്. എന്നാൽ വളരെ ദുഃഖകരമായ കാര്യം, പലരും ശ്രദ്ധിക്കാത്തതാണ്. ശ്രദ്ധിച്ചാൽ പേടിയാണ്, എന്നാൽ എല്ലാവരുടെയും ബോധതലത്തിലുള്ളതാണ്. എന്താണ് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന ഒരാളിന്റെ തൊഴിൽ സുരക്ഷിതത്വം, ജോബ് സെക്യൂരിറ്റി? നാളെ മുതൽ നീ വരണ്ട എന്ന് ബോസ് പറയുന്ന ഒരു വാക്കിലാണ്, അത് മാത്രമാണ് അവരുടെ സുരക്ഷിതത്വം. 90% പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്നവരുടെയും സുരക്ഷിതത്വം എന്ന് പറയുന്നത് നാളെ മുതൽ നീ വരണ്ട എന്ന് ബോസ് പറയുന്ന ഒരു വാക്കാണ്. ആ സുരക്ഷിതത്വത്തിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിന്റെ ബാധ്യതകൾ എല്ലാം നമ്മൾ എടുത്തു വെക്കുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ഒരു വരുമാന വർധനവ് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ ഓപ്പർച്യൂണിറ്റി. രണ്ടാമത്തെ കാറ്റഗറി പെൻഷനേഴ്സ് അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസ് എന്ന് പറയും. സീനിയർ സിറ്റിസൺസിന്റെ പല ആൾക്കാരുടെയും ജീവിതം എന്ന് പറയുന്നത് ദുഃഖകരമാണ്. അവരുടെ ആരോഗ്യമുള്ള സമയങ്ങളിലെല്ലാം മക്കളെ വളർത്തി അവരുടെ സമ്പാദ്യം മുഴുവൻ മക്കൾക്ക് വേണ്ടി എല്ലാം വിനിയോഗിച്ചു. പലരും ഇന്ന് അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് മക്കളുടെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ നിൽക്കുകയാണ്. സ്വന്തമായി വരുമാനം ഇല്ലാത്തവരാണ്. ഇനി പെൻഷനേഴ്സ്, പെൻഷൻ ഉള്ള ആൾക്കാരെ എടുത്തു കഴിഞ്ഞാലോ, പെൻഷനേഴ്സിന്റെ പ്രത്യേകത എന്താണ്? പെൻഷൻ ആകുന്ന സമയമാകുമ്പോഴാണ് അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ ശമ്പള ലെവലിലോട്ട് അവരെത്തുക. വരുമാന വർധനവിനനുസരിച്ച് എല്ലാവരും ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ലോൺ എടുത്ത് വീട് വെക്കും, ലോൺ എടുത്ത് മകളുടെയും മകന്റെയൊക്കെ വിവാഹം നടത്തിവിടും. ഇങ്ങനെയുള്ള പല ആഗ്രഹങ്ങളും നടത്തിവിടും. ശമ്പളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം അവർ പെൻഷനാവും. പെൻഷനാവുന്ന സമയത്ത് ശമ്പളം പകുതിയാവും. ബാധ്യതകൾ പലർക്കും അതുപോലെ തന്നെ നിൽക്കും, അവസാനിച്ചിട്ടുണ്ടാവത്തില്ല. വരുമാനം പകുതിയായി കുറഞ്ഞു. അപ്പോഴാ ചിന്തിക്കുന്നത്, അയ്യോ ഇനി എന്ത് ചെയ്യണം, എങ്ങനെ വരുമാനം വർദ്ധിക്കണം? മക്കളെ ആശ്രയിച്ചോ മറ്റുള്ളവരെ ആശ്രയിച്ചോ നിൽക്കുന്ന സീനിയർ സിറ്റിസൺസ് ഉണ്ടെങ്കിൽ, വരുമാന വർധനവിനെ കുറിച്ച് ചിന്തിച്ച് ബാധ്യതകളെ അലട്ടപ്പെട്ട് നിൽക്കുന്ന പെൻഷനേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ അവസരം. നിങ്ങൾക്ക് സഹായകരമാകുന്നതാണ് ഈ ഓപ്പർച്യൂണിറ്റി. RCM തരുന്ന ഈ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. മൂന്നാമത്തെ കാറ്റഗറിയാണ് ബിസിനസ് പേഴ്സൺസ്. ബിസിനസ് ചെയ്യുന്ന ആൾക്കാര്. ഞാനൊരു ബിസിനസ്സുകാരനായിരുന്നു, ഇപ്പോഴും ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. വളരെ സങ്കടകരമാണ് പല ബിസിനസ്സുകാരുടെ അവസ്ഥ. എനിക്കറിയാം. ബിസിനസ്സുകാർക്ക് നടത്തിപ്പ് ചെലവ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അറിയണം. ഏകദേശം 15,000 രൂപ മാസ വാടക കൊടുക്കുന്ന ഒരു കെട്ടിടത്തിലാണ് എന്റെ ബിസിനസ് സ്ഥാപനം നടന്നിരുന്നത്. പലരും അങ്ങനെ വാടക കെട്ടിടത്തിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. കോവിഡിന്റെ പ്രതിസന്ധി വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ 4 മാസം അടച്ചിട്ടു. വാടക പകുതിയായിട്ട് കുറഞ്ഞു. പക്ഷേ പകുതി വാടക കൊടുക്കണം, ഇലക്ട്രിസിറ്റി ബില്ലും ഉണ്ട്, ചിലപ്പോൾ സ്റ്റാഫിന് പകുതിയൊക്കെ ശമ്പളം കൊടുക്കേണ്ടി വന്നവരുണ്ട്, ഒരുപാട് ഉൽപ്പന്നങ്ങൾ എക്സ്പയറി ആയി പോയവരുണ്ട്, നശിച്ചു പോയവരുണ്ട്. ഇതെല്ലാം നടത്തിപ്പ് ചെലവ് നിലനിൽക്കെ വരുമാനം ഇല്ലാണ്ടായ ബിസിനസ്സുകാരുണ്ട്. അവരുടെയൊക്കെ ബാധ്യതകൾ വല്ലാതെ കൂടി, ഓടിയൊക്കെ വല്ലാതെ കൂടി, ബാധ്യതകൾ വർദ്ധിച്ചു. എന്നാൽ ഈ ബിസിനസ്സുകാർക്ക് ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. എനിക്കും ഉണ്ടായിരുന്ന ഒരു മൈൻഡ് സെറ്റ് ആണ്, രാവിലെ ചെന്ന് ഷട്ടർ തുറന്നാൽ ഞാൻ അകത്തിരിക്കണം, അടച്ചിട്ടേ എനിക്ക് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ബിസിയാണ്, എനിക്ക് മറ്റൊന്നിനും സമയമില്ല. വരുമാനത്തിന്റെ രണ്ടാമതൊരു വഴിയെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാത്തവരാണ് ഭൂരിപക്ഷം ബിസിനസ്സുകാരും.
പണം മുടക്കിപ്പോയിടത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് പിടിച്ചു നിൽക്കുകയാണ്. കോവിഡ് പോലൊരു പ്രതിസന്ധി പല വ്യക്തികളുടെയും ബാധ്യത വല്ലാതെ ബിസിനസ്സുകാരുടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു രണ്ടാമത്തെ വരുമാന വഴിയെക്കുറിച്ച് ചിന്തിക്കുന്ന ബിസിനസ്സുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുന്നതാണ് ഈ ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്കുള്ളതാണ് ഇത്. നിങ്ങളെ സഹായിക്കാൻ RCMന്റെ ഈ ഓപ്പർച്യൂണിറ്റി. നാലാമത്തെ ഒരു കാറ്റഗറിയാണ് ഹൗസ് വൈഫ്. പ്രസ്റ്റീജിയസ് പൊസിഷൻ ആണ് വീട്ടമ്മമാർ. എന്താ വീട്ടമ്മമാരുടെ പ്രത്യേകത? ഒരു വരുമാന വഴിയിൽ കുടുംബം നടത്തിപ്പോകുന്ന വീട്ടമ്മമാരുണ്ട്. ആ കുടുംബത്തിലേക്കുള്ള ഒറ്റ വരുമാന വഴിയാണ്, ഒരു വരുമാന മാർഗം. പെട്ടെന്ന് ആ വരുമാന വഴിയിൽ ഒരു കുറവ് വന്നാൽ ആ കുറവിനെ അടിസ്ഥാനപ്പെടുത്തി ജീവിതം ഒന്ന് ചുരുക്കി ബുദ്ധിമുട്ടി മുന്നോട്ട് കൊണ്ടുപോവേണ്ട, കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് ബഡ്ജറ്റിംഗ് നടത്തേണ്ട ബാധ്യതകൾ പലപ്പോഴും ഈ വീട്ടമ്മമാർക്കാണ്. വളരെയേറെ കഷ്ടപ്പെടാറുണ്ട് അവര്. എന്നാൽ പല വീട്ടമ്മമാർക്കും കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വങ്ങളും ഉത്തരവാദിത്വ ബോധത്തോടെ ചെയ്യുന്ന പല വീട്ടമ്മമാരുടെയും അവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാല്, പല വീട്ടമ്മമാർക്കും സ്വന്തമായി എന്തെങ്കിലും ഒരു കാര്യം, ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അതിന് മറ്റൊരാളിന്റെ മുന്നിൽ കൈനീട്ടണം. മറ്റൊരാളെന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഹസ്ബൻഡ് ആയിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, ആരായിക്കോട്ടെ. സ്വന്തമായി വരുമാനമില്ല, സ്വന്തമായ ഒരു ആഗ്രഹത്തിന് പോലും മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന വീട്ടമ്മമാരുണ്ടെങ്കിൽ, സ്വന്തമായ ഒരു വരുമാന വർധനവിലൂടെ കുടുംബത്തിനെ ഒന്ന് സന്തോഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരുണ്ടെങ്കിൽ, ചെലവ് ചുരുക്കലിലൂടെ അല്ലാതെ വരുമാന വർധനവിലൂടെ കുടുംബത്തിനെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഓപ്പർച്യൂണിറ്റി. നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ ഓപ്പർച്യൂണിറ്റി. അഞ്ചാമത്തെ കാറ്റഗറി അൺഎംപ്ലോയിഡ്. തൊഴിൽ നഷ്ടപ്പെട്ടവരുണ്ട്. കോവിഡിന്റെ പ്രതിസന്ധിയിൽ ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. പഠിച്ചിട്ടും തൊഴിൽ കിട്ടാതെ നടക്കുന്നവരുണ്ട്. നേരത്തെ ഒരു മീറ്റിങ്ങിനകത്ത് നമ്മുടെ ഒരു ലീഡർ പറയുന്നുണ്ടായിരുന്നു, ബിടെക് കഴിഞ്ഞിട്ട് ഇന്ന് 8,000 രൂപ ശമ്പളത്തിന് ജോലിക്ക് പോകാൻ ആളുണ്ടെന്ന്. ബിടെക് കഴിഞ്ഞു 8,000 രൂപ ശമ്പളത്തിന് പോകാൻ അണ്ടർ എംപ്ലോയ്മെന്റിനാണ് ഇന്ന് പഠിച്ചു നിൽക്കുന്ന പല യുവാക്കളും മുന്നോട്ട് പോകുന്നത്. പലർക്കും സർട്ടിഫിക്കറ്റ് ഉണ്ട്, സെക്രട്ടേറിയറ്റിന്റെ മുന്നിലൊക്കെ പോയിട്ട് മുട്ടിലഴയുകയാണ് അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാരിന്റെ മുന്നിൽ. RCM നിങ്ങളുടെ മുന്നിൽ വെച്ച് നീട്ടുന്നത്, നിങ്ങൾ എത്ര വലിയ ഡ്രീമേഴ്സ് ആണെങ്കിലും, സ്വപ്നം കാണുന്നവരാണെങ്കിലും, നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സാധിക്കാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, അതാണ് RCM നമുക്ക് തരുന്നത്. നിങ്ങൾക്കുള്ളതാണ് ഈ ഓപ്പർച്യൂണിറ്റി. അപ്പൊ നോക്കൂ, നമുക്ക് ഏതെല്ലാം കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണ് RCM തരുന്ന ഈ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി പ്രയോജനപ്പെടുന്നത്. ഇതെല്ലാം നമ്മുടെ പ്രശ്നങ്ങളാണ്, നമ്മുടെ പ്രതിസന്ധികളാണ്. പ്രതിസന്ധി നിൽക്കുന്നവരാണ്. ഇപ്പൊ പ്രശ്നങ്ങൾക്ക് നമുക്ക് വേണ്ടത് പരിഹാരമാണ്. RCM നമുക്ക് സൊല്യൂഷൻ തരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും RCM തരുന്ന സൊല്യൂഷൻ. വിഷമിക്കേണ്ട ആവശ്യമില്ല. RCM പറയുന്നു, ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്, നോ ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ നിങ്ങൾക്ക് മുതൽ മുടക്കിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസ്ക് ഇല്ല, മുതൽ മുടക്കില്ല, അതുകൊണ്ട് റിസ്ക് ഇല്ല, നഷ്ട സാധ്യതയില്ല. നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ ഒരു ഷോപ്പിന്റെ ആവശ്യമില്ല, നിങ്ങൾക്കൊരു ഓഫീസ് വേണ്ട, നിങ്ങളെ നിയന്ത്രിക്കാൻ ഇവിടെ ബോസ് എന്ന് പറയുന്ന കാരണം പലർക്കും ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല, പേടിപ്പെടുത്തുന്ന ഓർമ്മയാണ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ ബോസ് എന്ന് പറയുന്നത്. ഇവിടെ ബോസ് ഇല്ല. എന്നാൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സൊല്യൂഷൻ എന്ന് പറയുന്നത് ടൈം ലിമിറ്റ് ഇല്ല എന്ന് പറയുന്നതാണ്. പ്രത്യേകിച്ച് ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ചെയ്യണം എന്ന് ഒരു സമയനിഷ്ഠ പറഞ്ഞിട്ടില്ല. നമ്മുടെ ഫ്രീ ടൈമിന്, നമ്മുടെ സമയത്തിന് അനുസൃതമായി നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇതൊരു വണ്ടർഫുൾ ഒരു വലിയ സാധ്യതയാണിത്. 18 വയസ്സ് പൂർത്തിയായ ഏത് വ്യക്തിക്കും ഈ ഓപ്പർച്യൂണിറ്റി എടുക്കാം, ഈ അവസരം ചെയ്യാം. അപ്പൊ ഇതൊരു നല്ല പരിഹാരമാണ്. എന്നാലോ അനന്തമായ സാധ്യതയാണ്, അനന്തമായ സാധ്യത. എത്ര വലിയ സ്വപ്നങ്ങൾ കാണുന്നവർക്കും, എന്ത് നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും RCM പരിഹാരം തരുന്നുണ്ട്, സൊല്യൂഷൻ തരുന്നുണ്ട്. ഹേമന്ത് സാർ പറയുന്നത് പോലെ എന്താഗ്രഹിക്കുന്നു RCM എന്ത് തരും? എല്ലാം തരും. അനന്തമായ സാധ്യതയാണ്. ശരി, ഇത്രമാത്രം പരിഹാരം തരികയാണെങ്കിൽ ആ കമ്പനി ഏതാണ്? പലർക്കും കമ്പനിയുടെ പെരുമയിൽ വരുമാനം കുറഞ്ഞ് പണിയെടുക്കുന്ന ഒരുപാട് സാധാരണക്കാരുണ്ട്. ശമ്പളം കുറവാണ്, പക്ഷെ കുഴപ്പമില്ല, കമ്പനി നല്ലതാണ്, കമ്പനിയിൽ ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് കുറഞ്ഞ ശമ്പളം കൂടിയില്ലെങ്കിലും പിടിച്ചു നിൽക്കാം. അപ്പൊ കമ്പനിയുടെ പെരുമയാണ് പലരുടെയും പിടിച്ചു നിൽക്കാനുള്ള ആത്മവിശ്വാസമെങ്കിൽ നമുക്ക് ഈ പരിഹാരം തരുന്ന കമ്പനിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കാൻ അത് സഹായിക്കും. കമ്പനിയുടെ പ്രൊഫൈൽ ഒന്ന് നോക്കാം. ഫാഷൻ ഷൂട്ടിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. ഇതൊരു ടെക്സ്റ്റൈൽ കമ്പനിയാണ്. സ്റ്റാർട്ടഡ് ഇൻ 1977, 1977 ഇന്ത്യയിൽ ആരംഭിച്ച ഒരു കമ്പനിയാണ്. ഹെഡ് ഓഫീസ് രാജസ്ഥാനിലെ ബിൽവാര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്ത്യയിൽ 44 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള ഒരു കമ്പനിയാണ്. ടെക്സ്റ്റൈൽ മാനുഫാക്ചറിംഗ് ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ അതിലെ ആദ്യത്തെ 10 കമ്പനികളുടെ പേരിൽ ഒരു പേരാണ് ഫാഷൻ ഷൂട്ടിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ ഫാഷൻ ഷൂട്ടിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന പ്രസ്ഥാനം, കമ്പനി 2000 വർഷത്തിൽ ഡയറക്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു രംഗത്തേക്ക് വന്നു. നേരിട്ടുള്ള വിപണനം എന്ന് പറയുന്ന ഒരു രംഗത്തേക്ക് വരുന്ന സമയത്ത് സ്വീകരിച്ച ഒരു പേരാണ് RCM.
ഈ മൂന്നക്ഷരം ഫാഷൻ ഷൂട്ടിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി 2000 നേരിട്ടുള്ള വിപണന രംഗത്തേക്ക് വരുന്ന സമയത്ത് സ്വീകരിച്ച പേരാണ് RCM. എന്താണ് RCM? വാട്ട് ഈസ് RCM? RCM എന്താണ്? RCM എന്നാൽ റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് എന്നാണ്. വിപണനത്തിന്റെ ശരിയായ ഒരു ആശയം. കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആശയം എന്നാണ്. സോ വിപണനത്തിന്റെ ശരിയായ ഒരു രീതി എന്നാണ് ഇതിന് കൊടുത്തിരിക്കുന്ന എന്താണ് പേര് അല്ലെങ്കിൽ വിശദീകരണം. റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്. ഇതൊരു ആശയമാണ്, വിപണനത്തിന്റെ ഒരു ആശയമാണ്. കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധാപൂർവം പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്, നേരിട്ടുള്ള വിപണനത്തിന്റെ അവസരം. നമുക്ക് പലർക്കും പരിചിതമല്ല, സാധാരണക്കാർക്ക് നേരിട്ടുള്ള വിപണനം എന്ന് പറയുന്നത് പരിചിതമല്ല. ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്നാൽ ഇടനിലക്കാരെയും പരസ്യക്കാരെയും ഒഴിവാക്കി ഉൽപാദകരിൽ നിന്നും ഉപഭോക്താക്കളിലേക്ക് നേരിട്ട് ഉൽപ്പന്നങ്ങൾ എത്തുന്ന സംവിധാനമാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. സോ ഉൽപാദകരിൽ നിന്നും ഉപഭോക്താക്കളിലേക്ക് ഉൽപ്പന്നങ്ങൾ നേരിട്ട് എത്തുന്ന സമയത്ത് ഒരു പ്രധാന കാര്യം അവിടെ നടക്കും. ഡയറക്റ്റ് മാർക്കറ്റിംഗിലൂടെ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തത്തില്ല. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ശരിക്കും ശരിയായ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റിയിലൂടെ ഉപഭോക്താക്കളാകുന്ന നമ്മുടെ കൈകളിലേക്ക് എത്തത്തുള്ളൂ. സോ ഈ ആശയത്തിലോട്ട് പോകുമ്പോൾ ആദ്യം ഇത് പറയുന്നത് ഇതൊരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്, നേരിട്ടുള്ള വിപണനത്തിന്റെ ആശയമാണ്, അവസരമാണ്. ക്യാൻ ബി ഓപ്പറേറ്റഡ് ആസ് MLM. ഇത് വേണമെങ്കിൽ നമുക്ക് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലൂടെ ഓപ്പറേറ്റ് ചെയ്യാം. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനെ ഓപ്പറേറ്റ് ചെയ്യാം. എന്നാൽ ഏതൊരു ഇന്ത്യക്കാരനും RCM എന്ന് പറയുന്ന ഈ ആശയത്തെ വേ ഓഫ് ലൈഫായി സ്വീകരിക്കാം, ജീവിത വഴിയായി സ്വീകരിക്കാം. ഇതൊരു വലിയ വാക്കാണ്, വേ ഓഫ് ലൈഫ്. RCM-നെ ആർക്ക് വേണമെങ്കിലും ജീവിത വഴിയായി സ്വീകരിക്കാം. ഈ ആശയം അവതരിപ്പിച്ച വ്യക്തിയുടെ പേര് തിലോക് ചന്ദ് ചബ്ര എന്നാണ്, റെസ്പെക്ടഡ് TC ചബ്ര. അദ്ദേഹത്തിന് സെക്കൻഡ് ഗാന്ധി എന്നാണ് അറിയപ്പെടുന്നത്. സെക്കൻഡ് ഗാന്ധി. ചുമ്മാ അദ്ദേഹത്തിന് സെക്കൻഡ് ഗാന്ധി എന്നൊരു പേര് കൊടുത്തതല്ല, അതിന് വ്യക്തമായ കാരണമുണ്ട്. കാരണം RCM എന്ന് പറയുന്ന ഈ ആശയം അവതരിപ്പിക്കുമ്പോൾ അതിന് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ചില ലക്ഷ്യങ്ങൾ, ഉറച്ച ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ നേരിട്ടുള്ള വിപണനം എന്ന RCM ആശയം അവതരിപ്പിക്കുന്നത്. എന്താണ് RCM-ന്റെ ഒബ്ജക്റ്റീവ്? ഹെൽത്ത് കെയർ, ആരോഗ്യ സംരക്ഷണം, ബിൽഡ് എ ന്യൂ ഇന്ത്യ, നവഭാരത നിർമ്മാണം, സെൽഫ് ഡിപ്പെൻഡൻസി, സ്വാശ്രയത്വം. ഈ 3 ലക്ഷ്യങ്ങളാണ്. ആരോഗ്യ സംരക്ഷണം, നവഭാരത നിർമ്മാണം, സ്വാശ്രയത്വം. ഈ 3 വലിയ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആശയ പ്രചാരണത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചത്. ആരോഗ്യ സംരക്ഷണം എന്ന ലക്ഷ്യം വെറുതെ എഴുതി വെച്ചതല്ല, അതിനുവേണ്ടി അദ്ദേഹം ഉറച്ചൊരു തീരുമാനം എടുത്തിരുന്നു. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി എടുത്ത തീരുമാനം RCM എന്ന് പറയുന്ന ആശയത്തിലൂടെ ലഭ്യമാകുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളും ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിന് ഗുണകരമാകുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമേ ഈ ആശയത്തിലൂടെ ലഭ്യമാകത്തുള്ളൂ. ഒരു നവഭാരത നിർമ്മാണം എന്ന ആശയത്തിന് വേണ്ടിയിട്ട്, ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി അദ്ദേഹം തീരുമാനിച്ചത് ഈ ആശയത്തിലൂടെ ലഭ്യമാകുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളും സ്വദേശി ഉൽപ്പന്നങ്ങൾ മാത്രമായിരിക്കും. ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്നതും ഇന്ത്യൻ കമ്പനികൾ നിർമ്മിക്കപ്പെടുന്നതുമായ ഉൽപ്പന്നങ്ങൾ മാത്രമേ ഈ ആശയത്തിലൂടെ ലഭ്യമാകത്തുള്ളൂ. അതിലൂടെ ഇന്ത്യൻ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുക, സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം വർദ്ധിപ്പിക്കുക. ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന രീതിയിലാകുന്നത് കൊണ്ട് ഓരോ ഉൽപ്പന്നങ്ങളും കൃത്യമായി ബില്ല് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ടാക്സിലൂടെ ഒരു സഹായം ചെയ്യാനായിട്ട് കഴിയും. അതിലൂടെ നല്ല ആരോഗ്യമുള്ള ജനതയെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ബിൽഡ് എ ന്യൂ ഇന്ത്യ. സെൽഫ് ഡിപ്പെൻഡൻസി, സ്വാശ്രയത്വം. സാമ്പത്തിക മേന്മയുള്ള ഒരു രാജ്യം ഇന്ത്യയിലെ ഏതൊരു സാധാരണ വ്യക്തിക്കും, ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് ഉൾപ്പെടെ സ്വന്തമായി വരുമാനം ഉണ്ടാക്കിയെടുക്കാനുള്ള ബിസിനസ് അവസരം കൊടുക്കുക വഴി ഇന്ത്യയിലെ ഏത് സാധാരണ വ്യക്തിക്കും സ്വാശ്രയത്വം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഗുണകരമാക്കുന്നത് വഴി രാജ്യത്തിന്റെ സ്വാശ്രയത്വം. ആരോഗ്യകരമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ആരോഗ്യകരമായ ഒരു ജനതയെ വാർത്തെടുക്കൽ. ഈ 3 ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം RCM എന്ന് പറയുന്ന ആശയത്തിന് തുടക്കം കുറിച്ചത്. കമ്പനിയുടെ 4 വഴികൾ നമുക്ക് നോക്കാം. കമ്പനിയുടെ 4 വഴിയിലൂടെ വെറുതെ ഒന്ന് സഞ്ചരിക്കാം. 2000-ലാണ് ഈ ആശയത്തിന് തുടക്കം കുറിക്കുന്നത്. ഇതൊരു ടെക്സ്റ്റൈൽ കമ്പനി ആയിരുന്നു ആദ്യം. അതുകൊണ്ട് തന്നെ സ്വന്തം ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ടെക്സ്റ്റൈൽ ഡിവിഷൻ, ഒരു ഡിവിഷനിലുള്ള പ്രോഡക്റ്റുമായിട്ടാണ് ഈ ആശയ പ്രചാരണത്തിന് തുടക്കം കുറിച്ചതെങ്കിൽ 2021-ൽ 1600-ലധികം ഉൽപ്പന്നങ്ങൾ, സ്വദേശി ഉൽപ്പന്നങ്ങൾ ഈ ആശയത്തിലൂടെ ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഉൽപ്പന്നങ്ങളുടെ സംഭരണ കേന്ദ്രങ്ങളെയാണ് ഡിപ്പോകൾ എന്നറിയപ്പെടുന്നത്. കാരണം ഉൽപാദകരിൽ നിന്നും കമ്പനിയിൽ നിന്നും ഉപഭോക്താക്കളിലേക്ക് എത്തണമെങ്കിൽ
ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും ഉൽപ്പന്നങ്ങളുടെ സംഭരണ കേന്ദ്രങ്ങൾ ഉണ്ടാവണം, കമ്പനിക്ക് സ്വന്തമായി ഉണ്ടാവണം. സോ രാജസ്ഥാനിൽ 2000 ആരംഭിക്കുന്ന സമയത്ത് രാജസ്ഥാനില് ഒരു ഡിപ്പോയിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഇന്ന് ഇന്ത്യയിലാകമാനം 180-ലധികം ഉൽപ്പന്നങ്ങളുടെ സംഭരണ കേന്ദ്രങ്ങൾ കമ്പനിക്കുണ്ട്. അതിൽ ഏറിയ പങ്കും കമ്പനിയുടെ സ്വന്തം ആസ്തിയിലാണ് പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സാധാരണ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. സ്വന്തം ആസ്തിയിൽ എന്നാൽ സ്വന്തമായി സ്ഥലം വാങ്ങി സ്വന്തമായി ബിൽഡിംഗ് പണിത് അവിടെയാണ് ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിലെടുത്താൽ പോലും 6 സംഭരണ കേന്ദ്രങ്ങളുണ്ട് നമ്മുടെ കമ്പനിക്ക്. അത് 2 സംഭരണ കേന്ദ്രങ്ങൾ കമ്പനിയുടെ സ്വന്തം ആസ്തിയിലാണ് പ്രവർത്തിക്കുന്നത്. ചെറിയ കേരളത്തിന്റെ കാര്യമാണ് പറയുന്നത്. സോ രാജസ്ഥാനിലെ ഒരു ഫാക്ടറിയിൽ, ഒരു സ്വന്തം ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളുമായിട്ടാണ് ഈ ആശയ പ്രചാരണത്തിന് തുടക്കം കുറിച്ചതെങ്കിൽ ഇന്ന് 3 സംസ്ഥാനങ്ങളിലായി 120-ലധികം സ്വന്തം ഫാക്ടറിയിൽ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം നടക്കുന്നുണ്ട്. ഒരു ഡയറക്ട് സെല്ലറിലൂടെയാണ് ഈ ആശയ പ്രചാരണത്തിന് തുടക്കം കുറിച്ചതെങ്കിൽ ഇന്ന് ഇന്ത്യയിലാകമാനം 3 കോടിയിലധികം ആൾക്കാര്, വ്യക്തികൾ RCMന്റെ ഉൽപ്പന്നങ്ങളുടെ ഉപഭോക്താക്കളായും വിതരണക്കാരായിട്ടും ബിസിനസ് പ്രൊമോട്ടേഴ്സ് ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ഉൽപ്പന്നങ്ങളുടെ വിതരണ കേന്ദ്രങ്ങളെയാണ് വണ്ടർ വേൾഡ് ക്യുക്കുകൾ അല്ലെങ്കിൽ PUCകൾ എന്നറിയപ്പെടുന്നത്. അതാണ് ഉൽപ്പന്നങ്ങളുടെ വിതരണ കേന്ദ്രങ്ങൾ. ഒരു വിതരണ കേന്ദ്രത്തിൽ നിന്നാണ് തുടങ്ങിയതെങ്കിൽ ഇന്ന് ഇന്ത്യയിലാകമാനം 20,000-ൽ-അധികം വിപണന കേന്ദ്രങ്ങളുണ്ട്. ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്ന റീറ്റെയിൽ ഔട്ട്ലെറ്റുകളുണ്ട്. രാജസ്ഥാൻ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിൽ തുടങ്ങിയതാണെങ്കിൽ ഇന്ന് ഇന്ത്യയിലാകമാനം വ്യാപിച്ചു കിടക്കുന്ന ഒരു മഹാപ്രസ്ഥാനമായി RCM എന്ന ആശയം മാറിയിട്ടുണ്ട്. ഫാഷൻ സ്യൂട്ടിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി മാറിയിട്ടുണ്ട്. ഇന്ന് അതൊരു വെറും കമ്പനിയല്ല, അതൊരു മഹാപ്രസ്ഥാനമാണ്, ഓർഗനൈസേഷൻ. ഗോപകുമാർ സാറിന്റെ വാക്കിൽ പറഞ്ഞാൽ അതൊരു ഓർഗനൈസേഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. നോക്കൂ, രാജസ്ഥാനിലെ ബിൽവാരയിലുള്ള കമ്പനിയുടെ ആസ്ഥാനം 500-ലധികം ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു വ്യാപാര സമുച്ചയമാണ്, ഒരു ഏരിയയാണ്. സെൻട്രലൈസ്ഡ് സ്റ്റോറേജ് സംവിധാനങ്ങളുണ്ട്, ഫാക്ടറികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കമ്പനിയുടെ ഇന്ത്യയിലെ മുഴുവൻ അഡ്മിനിസ്ട്രേഷൻ ഇവിടെയാണ് നടക്കുന്നത്. 2011-ലെ അസറ്റ് വാല്യൂ അനുസരിച്ച് പോലും 60,000 കോടിയിലേറെ മൂല്യമുള്ള ഒരു മഹാപ്രസ്ഥാനത്തിലാണ് നമ്മൾ ഭാഗമായിരിക്കുന്നത്. ഇതായിരിക്കണം നമ്മുടെ ആത്മവിശ്വാസം. ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം പരിശോധിച്ചു കഴിഞ്ഞാലോ, ഏതൊക്കെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഉൽപ്പന്നങ്ങളാണ് ഇതിലൂടെ ലഭ്യമാകുന്നത്? ഫുഡ് ആൻഡ് ഗ്രോസറി കാറ്റഗറി ഉണ്ട്, ഹൗസ് ഹോൾഡ് എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്, ഹോം ആൻഡ് കിച്ചൺ എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. നമ്മൾ അറിയണം, കമ്പനിയുടെ ആശയത്തിൽ ഇതിലൂടെ ലഭ്യമാകുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളും സ്വദേശി ഉൽപ്പന്നങ്ങൾ മാത്രമാണ്. സോ ഹോം ആൻഡ് കിച്ചൺ എന്ന് പറയുന്നതിൽ നോക്കിയാൽ പ്രസ്റ്റീജ് എന്ന് പറയുന്ന പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണ് നമ്മളിലൂടെ ലഭ്യമാകുന്നത്. എന്തുകൊണ്ട് പ്രസ്റ്റീജ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ആശയത്തിന്റെ ഭാഗമാണ്. പ്രസ്റ്റീജ് ഒരു ഇന്ത്യൻ കമ്പനിയാണ്, ഇന്ത്യൻ ഉൽപ്പന്നമാണ്. അതുകൊണ്ടാണ് പ്രസ്റ്റീജ് എന്ന് പറയുന്ന കമ്പനി RCMുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ തയ്യാറായതും RCM അസോസിയേറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നതും. സ്വദേശി ഉൽപ്പന്നങ്ങൾ മാത്രമേ ഇതിലൂടെ ലഭ്യമാകത്തുള്ളൂ. പേഴ്സണൽ കെയർ ഡിവിഷൻ ഉണ്ട്, ഹെൽത്ത് കെയർ, ഫുഡ് സപ്ലിമെന്റ് എന്നോ സയന്റിഫിക് ഫുഡ് എന്നോ നമ്മൾ പറയുന്ന ഹെൽത്ത് കെയറിന്റെ ഡിവിഷൻ ഉണ്ട്. സ്ത്രീകളുടെ വസ്ത്രശേഖരണമുണ്ട്, പുരുഷന്മാരുടെ വസ്ത്രശേഖരണമുണ്ട്, ബെഡ്ഷീറ്റ് ആൻഡ് ടവൽസ് ഉണ്ട്, ചപ്പൽസ് ഉണ്ട്, ഓർഗാനിക് വളങ്ങളുണ്ട്. ഇന്ത്യയുടെ മണ്ണിനെ സംരക്ഷിക്കുക, വിഷമില്ലാത്ത ഭക്ഷണ ഉൽപ്പന്നങ്ങൾ ഇന്ത്യക്കാർക്ക് ലഭ്യമാക്കുക, ഓർഗാനിക് കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ ഓർഗാനിക് വളങ്ങൾ നമ്മുടെ ആശയത്തിലൂടെ ലഭ്യമാണ്. ഏറ്റവും അവസാനമായിട്ട് നേരിട്ടുള്ള വിപണനത്തിലൂടെ ഇന്ത്യയിലെ ഡയറക്ട് മാർക്കറ്റിംഗ്, ഇന്ത്യയിലെ അല്ല ലോകത്തിലെ തന്നെ ഡയറക്ട് മാർക്കറ്റിംഗ് ചരിത്രത്തിൽ ആദ്യമായി പെയിന്റ് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം നേരിട്ടുള്ള വിപണനം ഡയറക്ട് മാർക്കറ്റിംഗിലൂടെ നമ്മുടെ സാധാരണക്കാരന്റെ കൈകളിലേക്ക് എത്തിച്ച കമ്പനിയാണ്, പ്രസ്ഥാനമാണ് RCM. സോ 2025 ആവുമ്പോൾ 60,000 കോടിയിലേറെ ടേൺ ഓവറിൽ എത്തണം, പെർ ഇയർ എത്തണം എന്നതാണ് കമ്പനിയുടെ ലക്ഷ്യം. 2030-ൽ ലോകത്തിലെ തന്നെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായി മാറുക എന്ന് പറയുന്നതാണ് 21 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം അവകാശപ്പെടുന്ന RCM എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം ലക്ഷ്യമിടുന്നത്. സോ നമുക്ക് നോക്കാം, RCM എ ന്യൂ വേ ഓഫ് ലൈഫ്. RCM എന്ന് പറയുന്നത് എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ RCM എന്ന് പറയുന്നത് ഒരു പുതിയ ജീവിത വഴിയാണ്, ന്യൂ വേ ഓഫ് ലൈഫ്. നമുക്ക് ഏത് സാധാരണ ആൾക്കാർക്കും അതൊരു പുതിയ ജീവിത വഴിയായി സ്വീകരിക്കാം. എന്തുകൊണ്ടാണ് ഇതിനെ ജീവിത വഴിയായി നമ്മളെ പോലുള്ള സാധാരണ വ്യക്തികൾക്ക് സ്വീകരിക്കാമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് അതിന്റെ സ്വീകാര്യത ഉണ്ടാവുന്നത്? കാരണം ഏത് സാധാരണ വ്യക്തികളുടെയും ജീവിതം, അവർ ലൈഫ് നീഡ് സേവിങ്സ്. നമ്മളെല്ലാ സാധാരണ ആൾക്കാരും ആഗ്രഹിക്കുന്നതാണ് നമുക്കൊരു സേവിങ്സ് ഉണ്ടാവണം, എന്തെങ്കിലും ഒന്ന് മിച്ചം പിടിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവത്തില്ല. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, അപൂർവം ആൾക്കാരുണ്ടാവും. എന്നാൽ സാധാരണക്കാരുടെ മനസ്സിനെ എന്നും അലട്ടുന്നതാണ് ഒരു ചെറിയ നീക്കിയിരിപ്പ് എന്ന് പറയുന്നത്.
നമുക്കറിയാം സേവിങ്സ് അല്ലെങ്കിൽ ഒരു നീക്കിയിരിപ്പ് ഉണ്ടാവണമെങ്കിൽ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് ചെലവ് ചുരുക്കുന്നതിലൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നീക്കിവെക്കാം. ചെലവ് ചുരുക്കലിലൂടെ കുറച്ച് നീക്കിയിരിപ്പുണ്ടാക്കാം. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് വരുമാന വർധനവിലൂടെ നമുക്ക് നീക്കിയിരിപ്പുണ്ടാക്കാം, ഏർണിങ്സ്. സോ ചെലവ് ചുരുക്കലിലൂടെ നീക്കിയിരിപ്പുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വരുമാന വർധനവിലൂടെ നീക്കിയിരിപ്പുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും RCM അവസരം തരുന്നുണ്ട്. അതുകൊണ്ടാണ് RCMനെ നമ്മളെപ്പോലുള്ള സാധാരണ വ്യക്തികൾക്ക് ജീവിത വഴിയായി സ്വീകരിക്കാമെന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് RCM എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെയേ പറയൂ. ഇങ്ങനെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ എല്ലാം ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ നമ്മുടെ എല്ലാം അയൽപക്കത്തോ പരിചയത്തിലോ ഡിഫൻസ് ഫോഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പട്ടാളത്തിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഒരു പ്രിവിലേജ് കാർഡ് ഉണ്ട്, ക്യാൻറ്റീൻ സ്മാർട്ട് കാർഡ് എന്ന് പറയും, പ്രിവിലേജ് കാർഡ്. ആ കാർഡ് ഉണ്ടെങ്കിൽ എന്താ പ്രയോജനം? ഇന്ത്യയിൽ എവിടെയുമുള്ള പട്ടാള ക്യാൻറ്റീനുകൾ, മിലിറ്ററി ക്യാൻറ്റീനുകൾ, പട്ടാള ക്യാൻറ്റീനുകളിൽ അവർക്ക് പോയിട്ട് അവിടെ ലഭ്യമായിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങാം. വിലക്കുറവിൽ അവർക്ക് ലഭ്യമാകും. ആ പ്രിവിലേജ് അവർക്കും അവരുടെ കുടുംബത്തിനും മാത്രം അവകാശപ്പെട്ടതാണ്. എന്നാൽ ഈ കാർഡിനൊരു പ്രത്യേകതയുണ്ട്. ഇത് വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായി സേവ് ചെയ്യാനുള്ള അവകാശമേ ഉള്ളൂ. സ്വന്തമായിട്ട് അവർക്ക് സേവ് ചെയ്യാം. ഒരിക്കലും അവിടെ നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള അവകാശം അവർക്കില്ല. ആ കാർഡിനെ കൈമാറ്റം ചെയ്യാനുള്ള അവകാശം അവർക്കില്ല. അതിനൊരു ബിസിനസ് അവസരമാക്കി എടുക്കാനുള്ള അവകാശം അവർക്കില്ല. എന്നാൽ ആ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഏത് പട്ടാള ക്യാൻറ്റീനുകളിൽ നിന്നും ലഭ്യമാകുന്ന ഉൽപ്പന്നങ്ങൾ വിലക്കുറവിൽ അവർക്ക് വാങ്ങാം. പ്രത്യേകം ശ്രദ്ധിക്കണം, അവിടെ ലഭ്യമാകുന്ന ഉൽപ്പന്നങ്ങൾ. RCM ഇന്ത്യയിലാകമാനം 20,000-ലധികം ഔട്ട്ലെറ്റുകൾ തുറന്നിട്ടുണ്ട്. പട്ടാള ക്യാൻറ്റീനുകൾ പോലുള്ള വിതരണ കേന്ദ്രങ്ങളുണ്ട് RCMന്. 20,000-ലധികം വിതരണ കേന്ദ്രങ്ങളുണ്ട്. ആ നമ്പർ ഉപയോഗിച്ച് ഇന്ത്യയിലുള്ള ഏത് RCM ഔട്ട്ലെറ്റിൽ പോയി അവിടെ ലഭ്യമായിരിക്കുന്ന ഉൽപ്പന്നങ്ങളും നിങ്ങൾക്ക് വിലക്കുറവിൽ വാങ്ങാം. സേവിങ്സിനുള്ള അവസരം. RCM പറഞ്ഞിരിക്കുന്നത് അവിടെ ലഭ്യമാകുന്ന ഉൽപ്പന്നം ഒന്നാണ്. പഞ്ചസാരയില്ല, ശർക്കരയില്ല എന്ന് പരാതി പറയാൻ RCM പറഞ്ഞിട്ടില്ല. ആ ക്യാൻറ്റീനുകളിൽ ലഭ്യമായിരിക്കുന്ന ഏത് ഉൽപ്പന്നവും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിലക്കുറവിൽ വാങ്ങാം. അതുവഴി സേവിങ്സിനുള്ള ഒരു അവസരം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇവിടെ നിങ്ങൾക്ക് ഇതുപോലൊരു മെമ്പർഷിപ്പ് കാർഡ് എടുക്കാം, ഒരു ഡിസ്കൗണ്ട് കാർഡ് എടുക്കാം. ആ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് വാങ്ങാം, നിങ്ങൾക്ക് സേവ് ചെയ്യാം. പക്ഷേ പട്ടാള ക്യാൻറ്റീനുകളിൽ ഇല്ലാത്ത മറ്റ് ചില സാധ്യതകളും കൂടി ഇവിടെ RCM നമ്മുടെ സാധാരണ വ്യക്തികൾക്ക് തരുന്നുണ്ട്. ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള അവകാശം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അവിടെ നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള അവകാശം തന്നിട്ടുണ്ട്. നിങ്ങളുടെ നമ്പർ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അവകാശം തന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു നമ്പർ ഉണ്ട്, കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജ്യേഷ്ഠനോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ സുഹൃത്തോ മറ്റൊരു ജില്ലയിലോ മറ്റൊരു സംസ്ഥാനത്തോ ആണ് ജോലി ചെയ്യുന്നത്, താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പർ അദ്ദേഹത്തിന് കൊടുത്തിട്ട് RCMന്റെ ഏത് ഔട്ട്ലെറ്റിൽ പോണോ നിങ്ങൾ പോയി സാധനം വാങ്ങിക്കോളൂ, ഈ നമ്പർ കൊടുത്താൽ നിങ്ങൾക്ക് വിലക്കുറവിൽ കിട്ടുമെന്ന് പറയാം. സോ നമ്പർ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അവകാശം തന്നിട്ടുണ്ട്. എന്നാൽ ഈ അവസരത്തെ വിൽക്കാനുള്ള അവകാശവും കമ്പനി നമുക്ക് തന്നിട്ടുണ്ട്. ഈ കാർഡ് മറ്റൊരാളിന് ഇഷ്യൂ ചെയ്യാനുള്ള അവകാശവും കമ്പനി നമുക്ക് തന്നിട്ടുണ്ട്. RCM തന്നിരിക്കുന്ന അവസരങ്ങൾ എന്താണെന്ന് വ്യക്തമായി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓപ്പർച്യൂണിറ്റി, പ്രോഡക്റ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. ഞാൻ ആദ്യം പറഞ്ഞു, ഉൽപ്പന്നങ്ങളാകുന്ന വർണ്ണക്കടലാസിൽ പൊതിഞ്ഞാണ് ഈ അവസരത്തെ ഹേമന്ത് സാറും പ്രേം സാറും ഒക്കെ എന്റെ കൈകളിലേക്ക് നീട്ടി വെച്ച് തന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഉൽപ്പന്നങ്ങൾ, പ്രോഡക്ട്സ്. ഈ ഔട്ട്ലെറ്റുകളിലൂടെ ലഭ്യമാകുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ RCMലൂടെ ലഭ്യമാകുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഒരു അടിസ്ഥാന തത്വമുണ്ട്. ഒരു അടിസ്ഥാന തത്വത്തെ ആധാരമാക്കിയുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ RCMന്റെ ഏത് ഔട്ട്ലെറ്റിലൂടെയും ലഭ്യമാകത്തുള്ളൂ. ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് സ്വദേശി ഉൽപ്പന്നങ്ങൾ മാത്രമായിരിക്കും. പക്ഷേ RCM 3 പ്രധാന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹേമന്ത് സാർ ഇന്ന് സൈഡൊക്കെ ഒന്ന് മാറ്റി കാണിച്ചു. ബാക്കിൽ എഴുതി വെച്ചിരിക്കുന്ന 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ബെസ്റ്റ് ക്വാളിറ്റി, ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ് ഇതിലൂടെ ലഭ്യമാകത്തുള്ളൂ. 2, ഹെൽത്ത് ഫ്രണ്ട്ലി, ആരോഗ്യദായകമായ ഉൽപ്പന്നങ്ങളെ ഇതിലൂടെ ലഭ്യമാകത്തുള്ളൂ. 3, വാല്യൂ ഫോർ മണി, മൂല്യവത്തായ ഉൽപ്പന്നങ്ങൾ, നമ്മൾ കയ്യിൽ നിന്ന് അധ്വാനിച്ച് കൊടുക്കുന്ന കാശിന് മൂല്യവത്തായ ഉൽപ്പന്നങ്ങൾ മാത്രമേ ഇതിലൂടെ ലഭ്യമാകത്തുള്ളൂ. സോ ബെസ്റ്റ് ക്വാളിറ്റി, ഹെൽത്ത് ഫ്രണ്ട്ലി, വാല്യൂ ഫോർ മണി, ഈ 3 അടിസ്ഥാന തത്വത്തിൽ ഊന്നിയാണ് RCMലൂടെയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടുക. ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളെ നമ്മുടെ സ്റ്റോറിൽ ധൈര്യമായിട്ട് പോകാം, ഇങ്ങനെയുള്ളതേ നമുക്ക് കിട്ടത്തുള്ളൂ.
വെറുതെ 2-3 ഉൽപ്പന്നങ്ങൾ, ഈ കമ്പനി പറയുന്ന ഈ അടിസ്ഥാന തത്വം എന്താണെന്ന് വെറുതെ 2-3 ഉൽപ്പന്നങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്നൊന്ന് കമ്പയർ ചെയ്ത് പോവാം. നമുക്കറിയാം, നമ്മുടെ നിത്യജീവിതത്തിൽ വാങ്ങി ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് പേസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനെ പേഴ്സണൽ കെയർ പ്രോഡക്റ്റ് എന്ന് അറിയപ്പെടുന്നത്. വ്യക്തി ശുചിത്വം, വ്യക്തി സംരക്ഷണത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഉൽപ്പന്നമായിട്ടാണ് അറിയപ്പെടുന്നത്. എന്നാൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഒരു ഉൽപ്പന്നത്തിന്റെയും പാക്കറ്റ്, അതിന്റെ ക്വാളിറ്റി, ഗുണനിലവാരം നമ്മൾ നോക്കാറില്ല. മിക്കവാറും വരുന്ന 2 തരത്തിലുള്ള പേസ്റ്റാണ് വരുന്നത്. ഫ്ലൂറോയിഡ് ഉള്ള പേസ്റ്റും വരും, ഫ്ലൂറോയിഡ് ഇല്ലാത്ത പേസ്റ്റും വരും. ഫ്ലൂറോയിഡ് അടങ്ങി വരുന്ന പേസ്റ്റ് ആണെങ്കിൽ ഉറപ്പ് അതിനകത്ത് ഇങ്ങനെയുള്ള വാചകങ്ങൾ ഉണ്ടാവും: 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മുതിർന്നവരുടെ സൂപ്പർവിഷനിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ, പയറുമണീന്റെ വലിപ്പത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ, ഒരു കാരണവശാലും ഉള്ളിലോട്ട് വിഴുങ്ങാൻ പാടില്ല എന്ന് എഴുതി വെച്ചിരിക്കും. നമ്മൾ ആരും അത് ശ്രദ്ധിക്കാറില്ല, ഇന്നോളം ശ്രദ്ധിച്ചിട്ടും ഉണ്ടാവത്തില്ല. എന്നാൽ അതിനേക്കാൾ രസം മറ്റൊരു കമ്പനിയുടെ കവറിൽ എഴുതി വെച്ചിരിക്കുന്നത് 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ അടുത്തേക്ക് പോലും ഈ ഉൽപ്പന്നങ്ങൾ എത്താൻ പാടില്ലെന്നാണ്. ഇനി ആക്സിഡന്റലി അവർ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത പോയിസൺ കൺട്രോൾ സെന്ററിൽ എത്തിക്കണമെന്നാണ്. പോയിസൺ കൺട്രോൾ സെന്റർ എന്ന് വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഹെൽപ്പ് തേടണം എന്ന് പറഞ്ഞാൽ ഇത്തരം ഉൽപ്പന്നങ്ങളിൽ കുട്ടികളുടെ ആരോഗ്യത്തിനെ കൂടുതലായി ബാധിക്കുന്ന വിഷാംശങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാണ്. ഇതിനെ ഒരിക്കലും നമുക്ക് ക്വാളിറ്റി പ്രോഡക്റ്റ് എന്നോ ഹെൽത്ത് ഫ്രണ്ട്ലി പ്രോഡക്റ്റ് എന്നോ പറയാൻ പറ്റത്തില്ല. ആരോഗ്യദായകമായ ഉൽപ്പന്നങ്ങളെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാൽ RCMന്റെ ആശയം എന്താണ്? RCMലൂടെ നോക്കൂ, ഇവിടെ ഫ്ലൂറോയിഡ് ഇല്ലാത്ത പേസ്റ്റാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതിനകത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ട്, ദിസ് ടൂത്ത് പേസ്റ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ജെലാറ്റിൻ ഓർ ബോണാഷ്. ജെലാറ്റിനോ ബോണാഷോ അടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത് ആരോഗ്യദായകമായ ഉൽപ്പന്നമാണ്. ആരോഗ്യദായകമായ ഉൽപ്പന്നമാണെന്ന് പ്രത്യേകം നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടാണ് ഈ ഉൽപ്പന്നം നമ്മളിലേക്ക് ലഭ്യമാകുന്നത്. നമുക്ക് രണ്ടാമത്തെ ഒരു കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സോപ്പ് നിത്യജീവിതത്തിന്റെ ഭാഗമായിരിക്കുന്നതാണ്. ഒരുപാട് കമ്പനികളുടെ സോപ്പ് മാറി മാറി ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. ഇന്നോളം നമ്മൾ ഒരു കമ്പനിയുടെയും ഗ്രേഡ്, നമ്മുടെ ഉപയോഗിക്കുന്ന സോപ്പിന്റെ ഗ്രേഡ് നോക്കിയിട്ടില്ല. എന്നാൽ എല്ലാ കമ്പനികളും ഗവൺമെന്റിന്റെ നിയമപ്രകാരം അവരുടെ പാക്കറ്റിൽ ഗ്രേഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. CFM 76% വരുന്ന രേഖപ്പെടുത്തി വരുന്ന സോപ്പ് മാത്രമേ നമ്മുടെ ചർമ്മ ആരോഗ്യത്തിന് ഗുണം ചെയ്യത്തുള്ളൂ. CFM 76% താഴെ വരുന്ന ഗ്രേഡ് 2ഓ ഗ്രേഡ് 3ഓ സോപ്പുകൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ചർമ്മ ആരോഗ്യത്തിന് അത്രയും ഗുണം ചെയ്യത്തില്ല. അത് ഹെൽത്ത് ഫ്രണ്ട്ലി അല്ല, ആരോഗ്യദായകമായ സോപ്പ് അല്ല അത്. നോക്കൂ, സോപ്പിനകത്ത് വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ഉണ്ട് എന്നുള്ളത് പല സാധാരണ വ്യക്തികൾക്കും അറിയില്ല. ഒരു കമ്പനിയുടെ ഉൽപ്പന്നത്തിന്റെ കവറിനകത്ത് പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് താഴെ നോക്കിയാൽ കറക്റ്റ് ആയിട്ട് കാണാം, കണ്ടെയ്ൻസ് നോ അനിമൽ ഫാറ്റ്. മൃഗക്കൊഴുപ്പ് അടങ്ങിയിട്ടില്ല എന്നാണ്. മൃഗക്കൊഴുപ്പ് അടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വെജിറ്റേറിയൻ മാർക്കും കൊടുത്തിട്ടുണ്ട്. ഒരു കമ്പനി അവരുടെ ഉൽപ്പന്നത്തിന്റെ മുകളിൽ മൃഗക്കൊഴുപ്പ് അടങ്ങിയിട്ടില്ല എന്ന് രേഖപ്പെടുത്തി ഒരു വെജിറ്റേറിയൻ മാർക്കും കൊടുത്താൽ അതിന്റെ അർത്ഥം വെജിറ്റേറിയൻ മാർക്ക് ഇല്ലാതെ വരുന്ന മറ്റ് കമ്പനികളുടെ സോപ്പുകളിൽ മൃഗക്കൊഴുപ്പുണ്ട് എന്നാണ്. എങ്ങനെയാണ് ഇത് നമുക്ക് ആരോഗ്യദായകമാകുന്നത്? ഫസ്റ്റ് ഗ്രേഡ് സോപ്പ് അല്ലാതെ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ എങ്ങനെ നമുക്ക് ആരോഗ്യദായകമാകും? ഇതിന് എങ്ങനെയാണ് മൃഗക്കൊഴുപ്പടക്കം വരുന്ന ഈ ഉൽപ്പന്നങ്ങളെ എങ്ങനെയാണ് നമുക്ക് ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയാൻ കഴിയുക? എന്നാൽ RCMന്റെ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ, RCMന്റെ സ്റ്റോറിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ആശയത്തിലൂടെ ലഭ്യമാകുന്ന സോപ്പുണ്ട്. 76% TFM രേഖപ്പെടുത്തിയിരിക്കും. എല്ലാ സോപ്പും ഗ്രേഡ് 1 സോപ്പാണ്. എല്ലാത്തിനും വെജിറ്റേറിയൻ മാർക്കുണ്ട്. മൃഗക്കൊഴുപ്പ് അടങ്ങിയിട്ടില്ലാത്ത സോപ്പാണ്. സോ ഇത് ആരോഗ്യദായകമാണ്, ബെസ്റ്റ് ക്വാളിറ്റിയാണ്. നിത്യജീവിതത്തിന്റെ ഭാഗമായിരിക്കുന്ന തേയില എത്രയോ പ്രാവശ്യം പത്രവാർത്തകളിലൂടെയും മീഡിയയിലൂടെയും നമ്മൾ അറിഞ്ഞിരിക്കുന്നു, യഥേഷ്ടം മായം കലർന്നു വരുന്ന ഒരു ഉൽപ്പന്നമായി തേയില മാറിയിട്ടുണ്ടെന്ന്. എന്നിട്ട് നമ്മൾ വിലക്കുറവിന്റെ മാത്രം പിന്നാലെ പായുകയാണ്. എന്നാൽ RCMലൂടെ ലഭ്യമാകുന്ന ആസാം സുപ്പീരിയർ ക്വാളിറ്റി ആസാം തേയില നമ്മുടെ സ്വന്തം ഉൽപ്പന്നമാണ്. ക്വാളിറ്റി കൺട്രോളില് സാധാരണ സുപ്പീരിയർ ക്വാളിറ്റിയൊക്കെ വിദേശ രാജ്യങ്ങളിലോട്ട് കയറ്റി അയക്കപ്പെടുന്നതാണ്. എന്നാൽ RCM ഒരു ആശയാധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമായതുകൊണ്ട് ഇന്ത്യയിലെ സാധാരണ വ്യക്തികൾക്ക് ഉപയോഗിക്കാനാണ് നമ്മുടെ സുപ്പീരിയർ ക്വാളിറ്റി തേയില. സോ ബെസ്റ്റ് ക്വാളിറ്റിയാണ്, ഹെൽത്ത് ഫ്രണ്ട്ലിയാണ്. ഒരിക്കലും മായം കലർന്ന സാധനം നമുക്ക് ലഭ്യമാകത്തില്ല. നോക്കൂ, ആശീർവാദ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ആ ബ്രാൻഡിന്റെ ഒരു ഉൽപ്പന്നത്തിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഷുഗർ റിലീസ് കൺട്രോൾ. ആട്ടയാണ് അതിന്റെ പേര്, ഷുഗർ റിലീസ് കൺട്രോൾ എന്നാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? ഫൈബർ റിച്ച് ആണ്. അവർ പറയുന്നത് ഇതിനകത്ത് ഫൈബർ കണ്ടന്റ് കൂടുതലാണ്.
മറ്റ് ഗ്രെയിൻസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഷുഗർ റിലീസിനെ കൺട്രോൾ ചെയ്യും. RCMലൂടെ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഏറ്റവും നല്ലൊരു ഉൽപ്പന്നമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും മേന്മയുള്ളതാണ്. RCM നമുക്ക് ചക്കി ഫ്രഷ് ആട്ട തന്നിട്ടുണ്ട്. ചക്കി ഫ്രഷ് ചതച്ച് പൊടിച്ചെടുക്കുന്ന പ്രോസസ്സിലൂടെ വരുന്ന ആട്ട തന്നിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്താണ്? ഫൈബർ കണ്ടന്റ് നഷ്ടപ്പെടത്തില്ല, ഫൈബർ റിച്ച് ആണ്. ഗ്ലൈസീമിക് ഇൻഡെക്സ് ലോ GI, ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഡയബറ്റിക് കണ്ടീഷൻസിന് ഗുണപ്പെടുന്നതാണ്. പക്ഷെ നമ്മളിവിടെ ഷുഗർ റിലീസ് കൺട്രോൾ എന്ന് എഴുതി വെച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. സോ ഇത് ഹെൽത്ത് ഫ്രണ്ട്ലി ആണ്, ബെസ്റ്റ് ക്വാളിറ്റി ആണ്. വ്യാജ വെളിച്ചെണ്ണ ഒഴുകുന്നു. എത്ര പ്രാവശ്യം നമ്മൾ വായിച്ചതാണ്? കുക്കിംഗ് ഓയിലാണ് ഇന്ന് മനുഷ്യന്റെ ആരോഗ്യത്തെ ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ഒന്നെന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ്. പക്ഷെ നമ്മുടെ ഇഷ്ടം എന്താണ്? വെളിച്ചെണ്ണയുടെ നിറവും കിട്ടണം, മണവും കിട്ടണം, അത്രയേ ഉള്ളൂ. അതാണ് നമ്മുടെ ഇഷ്ടം. ഇഷ്ടത്തിന്റെ പുറകെ പോകുമ്പോൾ കഷ്ടത്തിലോട്ടാവുകയാണ് നമ്മൾ ഓരോരുത്തരും. അവിടെ RCM തന്നിരിക്കുന്നത് എന്താണ്? ഹെൽത്ത് ഗാർഡ് ഓയിൽ, ആരോഗ്യത്തിന്റെ ഗാർഡാണ്. ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഓയിലാ തന്നിരിക്കുന്നത്. omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്ന ഏക എണ്ണയാണ് റൈസ് ബ്രാൻ ഓയിൽ. എന്നാൽ മാർക്കറ്റിൽ കിട്ടുന്ന തവിടെണ്ണകളെല്ലാം ഗുണമേന്മയുള്ളതാണോ നമുക്ക് ലഭ്യമാകുന്നത്? നോക്കൂ, 2 ബ്രാൻഡുകളുടെ പേരെടുത്ത് കാണിച്ചിട്ടുണ്ട്, നമ്മുടേതും വേറൊന്നും. അതിനകത്ത് ഒറൈസനോൾ എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റ്, ഈ ഒറൈസനോൾ എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റിന് ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനുള്ള അപാരമായ ശേഷിയുണ്ട്. അപ്പൊ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ ശേഷിയുള്ള ഈ ഒറൈസോൾ കണ്ടന്റിനെ വേർതിരിച്ചെടുക്കും. ഈ ഘടകത്തെ വേർതിരിച്ചെടുത്താൽ അത് അന്താരാഷ്ട്ര വിപണിയിൽ ഏറ്റവും മൂല്യമുള്ള ഒരു ഉൽപ്പന്നമായി മാറുന്നുണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന തവിടെണ്ണയിലെ ഒറൈസനോളിന്റെ ഘടകം എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് അതിനെ ഹെൽത്തി ഓയിലാക്കി പ്രധാനമായി മാറ്റുന്നത്. RCMന്റെ ഉൽപ്പന്നം എടുത്തു കഴിഞ്ഞാൽ 1400 mg ഒറൈസനോൾ അടങ്ങി വരുന്ന ഹെൽത്ത് ഗാർഡ് ഓയിൽ, ഇത് നമ്മുടെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കും. omega-3 ഫാറ്റി ആസിഡുകളാൽ സമ്പുഷ്ടമാണ്. ഇത് നമ്മുടെ ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കും. നോക്കൂ, RCMന്റെ ആശയം ഹെൽത്ത് കെയർ, ആരോഗ്യ സംരക്ഷണം. ബെസ്റ്റ് ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ മാത്രമേ ഈ ആശയത്തിലൂടെ ലഭ്യമാകത്തുള്ളൂ. അപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തി. ബെസ്റ്റ് ക്വാളിറ്റിയാണ്, ഹെൽത്ത് ഫ്രണ്ട്ലി ആണ്. ഇനി ഇത് മൂല്യവത്താണോ, വാല്യൂ ഫോർ മണി ആണോ, നമ്മൾ അധ്വാനിച്ച് മുടക്കുന്ന കാശിന് മൂല്യവത്തായ ഉൽപ്പന്നമാണോ എന്ന് പരിശോധിക്കാം. ഒരു സാധാരണ പേസ്റ്റിന് മാർക്കറ്റിൽ, അത് ഫ്ലൂറോയിഡ് ഇല്ലാത്ത പേസ്റ്റ് ആണെങ്കിൽ ഇതിനേക്കാൾ കൂടുതലാവും. 60 രൂപ വിലയുണ്ടെങ്കിൽ RCMന്റെ പേസ്റ്റിന് ഫ്ലൂറോയിഡ് ഇല്ലാത്ത നല്ല ക്വാളിറ്റി പേസ്റ്റ് 48 രൂപയേ ഉള്ളൂ. 12 രൂപയുടെ വില വ്യത്യാസമുണ്ട്. ഇനി നമ്മൾ RCMൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണ്, അല്ലെങ്കിൽ ഡയറക്ട് സെല്ലർ ആണ്, അല്ലെങ്കിൽ നമ്മൾ RCMൽ ഒരു മെമ്പർ ആണ്, ജീവിത വഴിയായി സ്വീകരിച്ച ഒരാളാണെങ്കിലോ 39 രൂപയ്ക്ക് കിട്ടും. 9 രൂപ വീണ്ടും വില കുറവാണ്. ഡയറക്ട് മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റിയുടെ പ്രത്യേകത, ഡയറക്ട് മാർക്കറ്റിംഗിന്റെ പ്രത്യേകത തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ല. ഇടനിലക്കാരുടെ തുക വിലക്കുറവായിട്ട് നമുക്ക് ലഭ്യമാക്കും. പരസ്യക്കാരുടെ തുക പരസ്യക്കാരായിട്ടുള്ള ഉപഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് ബോണസായി കൊടുക്കും. നോക്കൂ, കമ്പനി നിശ്ചയിച്ചിട്ടുണ്ട് 23 രൂപ ബിസിനസ് വോളിയം എന്ന് പറഞ്ഞാൽ മാറ്റിവെക്കപ്പെടുന്ന തുകയാണ്. അതിനകത്ത് ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിരിക്കും, ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് അടങ്ങിയിരിക്കും. എന്നാൽ ആ 23 രൂപയിൽ പരസ്യത്തിന്റെ തുക അടക്കമാണ് 23 രൂപ വന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ 10% വാങ്ങുന്ന ഉപഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് കൊടുക്കും. 2 രൂപ 30 പൈസ ഉപഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് കൊടുക്കുക. ഒന്ന് ചിന്തിക്കൂ, എത്രയോ വർഷങ്ങളായി പല കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മാറി മാറി ഉപയോഗിക്കുന്നവരാണ് നിങ്ങളും ഞാനും എല്ലാം. ഇന്നോളം ഏത് കമ്പനി അവരുടെ ഉൽപ്പന്നം ഉപയോഗിച്ചതിന്റെ പേരിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ തന്നിട്ടുണ്ട്? നോക്കൂ, 100 ഗ്രാമിന്റെ ഒരു പേസ്റ്റിന്റെ മുകളിൽ 23 രൂപ 30 പൈസ സേവ് ചെയ്യാനുള്ള അവസരം കമ്പനി തന്നിട്ടുണ്ട്. മാർക്കറ്റിലെ ഒരു ഗ്രേഡ് 1 സോപ്പ് മുന്തിയന് 55 രൂപ കൊടുക്കണം. RCMലെ ഏറ്റവും മുന്തിയന സോപ്പിന് പോലും 45 രൂപയേ ഉള്ളൂ. 10 രൂപയുടെ ഡിഫറൻസ്. RCMൽ ഒരു മെമ്പർ ആണെങ്കിൽ 37 രൂപയ്ക്ക് അത് ലഭ്യമാകും. വീണ്ടും 8 രൂപ വിലക്കുറവാണ്. 22 രൂപ വിതരണത്തിന് മാറ്റി വെച്ചിരിക്കുന്നതിൽ 10% ഉപഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് 2 രൂപ 20 പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ഒരു 100 ഗ്രാമിന്റെ സോപ്പ് മാറി വാങ്ങാൻ ചിന്തിച്ചാൽ 20 രൂപ 20 പൈസ സേവ് ചെയ്യാൻ കഴിയും. സേവിങ്സിനുള്ള അവസരം സാധാരണക്കാരന് ചെലവ് ചുരുക്കലിലൂടെയാണ് സേവ് ചെയ്യാൻ കഴിയുന്നതെങ്കിൽ അതിനുള്ള അവസരം RCM തരുന്നുണ്ട്. നോക്കൂ, ഒരുവിധം മായമില്ലാന്ന് നമ്മൾ കരുതുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു തേയില 250 ഗ്രാം മാർക്കറ്റിൽ നിന്ന് വാങ്ങണമെങ്കിൽ 195 രൂപ കൊടുക്കണം. സുപ്പീരിയർ ക്വാളിറ്റി ആസാം തേയില RCMലൂടെ 138 രൂപയ്ക്ക് ലഭ്യമാകും. 57 രൂപയുടെ വില വ്യത്യാസമാണ്.
നോക്കൂ, RCMൽ ഒരു മെമ്പർഷിപ്പ് ഉള്ള ഒരാളാണ്, ഐഡിയ ഉള്ള ഒരാളാണ്, RCMനെ ജീവിത വഴിയായി സ്വീകരിച്ച ആളാണെങ്കിൽ 110 രൂപയ്ക്ക് കിട്ടും. 28 രൂപ വീണ്ടും വില കുറയും. 55 രൂപ വിതരണത്തിന് മാറ്റി വെച്ചിട്ടുണ്ട്. 10% ഉപഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് 5 രൂപ 50 പൈസ. 250 ഗ്രാം തേയില ഒന്ന് മാറി ചിന്തിക്കാൻ തീരുമാനിക്കുന്ന ഒരു വ്യക്തിക്ക് 90 രൂപ 50 പൈസയുടെ വില വ്യത്യാസം സേവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി. പല പേരുകൾ ഇട്ട് മാർക്കറ്റിൽ വരുന്ന ആട്ടകളുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചു, 122 രൂപയാണ് ആ ആട്ടയുടെ പ്രൈസ്. 2 കിലോയ്ക്ക് 122 രൂപ. RCMലൂടെ ഏറ്റവും ഗുണമേന്മയുള്ള ആട്ട 90 രൂപയ്ക്ക് ലഭ്യമാകും. 32 രൂപയുടെ വില വ്യത്യാസം. നോക്കൂ, RCMൽ ഒരു ഡയറക്ട് സെല്ലർ ആണെങ്കിൽ 82 രൂപയ്ക്ക് അത് കിട്ടും. വീണ്ടും 8 രൂപയുടെ വിലക്കുറവ്. 16 രൂപ വിതരണത്തിന് മാറ്റിവെച്ചിട്ടുണ്ട്. 1 രൂപ 60 പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് കമ്പനി ബോണസ് ആയിട്ട് തരും. അങ്ങനെയാണെങ്കിൽ 2 കിലോ ആട്ട ഒന്ന് മാറി വാങ്ങാൻ ചിന്തിക്കുന്നവർക്ക് 41 രൂപ 60 പൈസയുടെ വില വ്യത്യാസം. വാല്യൂ ഫോർ മണി, വാല്യൂ ഫോർ മണി. നമ്മൾ അധ്വാനിക്കുന്ന പൈസയുടെ മൂല്യം കൽപ്പിക്കുന്ന ഒരു കമ്പനിയാണ് RCM. അപ്പൊ ഇതിലൂടെ നമുക്ക് തന്നിരിക്കുന്നത് സാധാരണ വ്യക്തികൾക്ക് സേവ് ചെയ്യാനുള്ള അവസരമാണ്. അങ്ങനെയാണെങ്കിൽ പലരും ചിന്തിക്കുന്നത്, പുതുതായിട്ട് ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ചിന്തിക്കുന്നത് ഹൗ ടു സ്റ്റാർട്ട് RCM എന്നാണ്. ഞാൻ എങ്ങനെ RCM സ്റ്റാർട്ട്, കൊള്ളാമല്ലോ, എങ്ങനെ എനിക്ക് ഇത് ആരംഭിക്കാൻ കഴിയും? ഹൗ ടു സ്റ്റാർട്ട് RCM. തുടക്കത്തിൽ പറഞ്ഞു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, മുതൽ മുടക്കില്ലാത്ത ഒരു അവസരമാണ്. നിങ്ങൾക്ക് RCM നിങ്ങൾക്ക് ആരംഭിക്കാൻ 1 രൂപ നിങ്ങൾ മുതൽ മുടക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? 4 പേരുള്ള ഒരു കുടുംബമാണ് നിങ്ങളെന്ന് ചിന്തിക്കുക. 4 മെമ്പർമാരുള്ള ഒരു കുടുംബമാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 3000-നും 5000-നും ഇടയിൽ നിത്യോപയോഗ സാധനങ്ങൾ പല കമ്പനികളുടെ ഉൽപ്പന്നങ്ങളായി വാങ്ങുന്നവരാണ് നമ്മൾ ഓരോരുത്തരും, നമ്മൾ ഓരോ കുടുംബങ്ങളും. RCM പറയുന്നത് റീഡയറക്ട് യുവർ മന്ത്ലി എക്സ്പെൻസ് എന്നാണ്. ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഇൻവെസ്റ്റ്മെന്റ് സീറോ. റീഡയറക്ട് യുവർ മന്ത്ലി എക്സ്പെൻസ്. നിങ്ങളുടെ നിത്യ ചെലവിനെ, വർഷങ്ങളായി നിങ്ങൾ നടത്തി വരുന്ന നിത്യ ചെലവിനെ RCMലേക്ക് ഒന്ന് വഴിതിരിച്ചു വിടൂ. നിങ്ങൾക്ക് RCMന്റെ ഡയറക്ട് സെല്ലർ ആവാം. റീഡയറക്ട് യുവർ മന്ത്ലി എക്സ്പെൻസ്. RCM നിങ്ങൾക്ക് ഒരു ഡയറക്ട് സെല്ലർ ആവാം. RCMൽ ഒരു ഡയറക്ട് സെല്ലർ ഐഡിയ എടുത്താലോ? RCMൽ ഒരു ഡയറക്ട് സെല്ലർ ഐഡി എടുത്താൽ കമ്പനി എന്താണ് ഓഫർ ചെയ്യുന്നത്? എന്തൊക്കെ സാധ്യതകളാണ് നമുക്ക് തരുന്നത്? 3 സാധ്യതകളാണ് തന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും 3 സാധ്യതകളാണ് തരുന്നത്. ഒന്ന്, പേഴ്സണൽ യൂസ് ആൻഡ് സേവ് മണി. നിങ്ങൾക്ക് ഇതിന്റെ ഉപഭോക്താവാം. പേഴ്സണലി സ്വന്തമായി നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചാൽ അതിലൂടെ നിങ്ങൾക്ക് പൈസ സേവ് ചെയ്യാം. നിങ്ങളുടെ വരുമാനത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ചെലവിനെ കുറയ്ക്കാം, സേവ് ചെയ്യാം. പ്രൊമോട്ട് ദ പ്രോഡക്റ്റ് ആൻഡ് ഏൺ മണി. ഉൽപ്പന്നങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് ഒരു വരുമാന വർധന ഉണ്ടാക്കാം. Promote the product and earn money. Sell the opportunity and fulfill your dream. ഈ അവസരത്തെ നിങ്ങൾക്ക് വിൽക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ കഴിയും. ഈ 3 കാര്യങ്ങളാണ് RCM വളരെ വ്യക്തമായി തന്നിരിക്കുന്നത്. പേഴ്സണൽ യൂസ് ആൻഡ് സേവ് മണി, പ്രൊമോട്ട് ദ പ്രോഡക്റ്റ് ആൻഡ് ഏൺ മണി, സെൽ ദ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഫുൾഫിൽ യുവർ ഡ്രീം. നമുക്ക് നോക്കാം. പേഴ്സണൽ യൂസ് ആൻഡ് സേവ് മണി. വെറുതെ ഒന്ന് ചിന്തിക്കുക. പേഴ്സണൽ, കമ്പനി പറഞ്ഞിരിക്കുകയാണ്, ആദ്യത്തെ ഹെഡ് എടുക്കാം, പേഴ്സണൽ യൂസ് ആൻഡ് സേവ് മണി. 5 ഉൽപ്പന്നങ്ങൾ ഞാൻ കാണിക്കാം. 2 കിലോ ആട്ട 122 രൂപ മാർക്കറ്റിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഓരോ വ്യക്തികളും, സാധാരണക്കാരും. അവരിലേക്ക് ഇറങ്ങുക. RCMന്റെ ഒരു ഡയറക്ട് സെല്ലർ ആണെങ്കിൽ 82 രൂപയ്ക്ക് ലഭ്യമാകും. 16 രൂപ വിതരണത്തിന് മാറ്റിവെച്ചിട്ടുണ്ട്. 1 ലിറ്റർ വ്യാജമായ എണ്ണ കുക്കിംഗ് ഓയിൽ വാങ്ങണമെങ്കിൽ പോലും 260 രൂപ ചെലവഴിക്കുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങണം. RCMന്റെ ഡയറക്ട് സെല്ലർ ആയാൽ 200 രൂപയ്ക്ക് താഴെ ലഭ്യമാകും. 78 രൂപ വിതരണത്തിന് മാറ്റിവെച്ചിട്ടുണ്ട്. 250 ഗ്രാം തേയില 195 രൂപ ചെലവഴിക്കുന്നവരുടെ മുന്നിലേക്ക് ഇറങ്ങണം. RCMലെ ഡയറക്ട് സെല്ലർ ആയാൽ 110 രൂപയ്ക്ക് ലഭ്യമാകും. 55 രൂപ വിതരണത്തിന് മാറ്റിവെച്ചിട്ടുണ്ട്. 100 ഗ്രാം പേസ്റ്റ് 50 രൂപയ്ക്ക് താഴെ കിട്ടത്തില്ല, 100% ഗ്യാരണ്ടി. RCMലെ ഡയറക്ട് സെല്ലർ ആയാൽ 39 രൂപയ്ക്ക് ലഭ്യമാകും. 223 രൂപ വിതരണത്തിന് മാറ്റിവെച്ചിട്ടുണ്ട്. ഒരു ഗ്രേഡ് 1 സോപ്പ് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങണമെങ്കിൽ 38 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് ലഭ്യമാകത്തില്ല, 100% ഗ്യാരണ്ടി. RCMലൂടെ നിങ്ങളൊരു ഡയറക്ട് സെല്ലർ ആണെങ്കിൽ 27 രൂപയ്ക്ക് ലഭ്യമാകും. 13 രൂപ വിതരണത്തിന് മാറ്റിവെച്ചിട്ടുണ്ട്. നോക്കൂ, വെറും 5 ഉൽപ്പന്നങ്ങൾ, നിത്യജീവിതത്തിന്റെ ഭാഗമായിരിക്കുന്ന 5 ഉൽപ്പന്നങ്ങളെ ഉദാഹരണമായിട്ട് എടുത്താൽ 665 രൂപ ചെലവഴിക്കുന്ന ഒരാളിന് RCMലെ ഒരു ഡയറക്ട് സെല്ലർ ആയാൽ 458 രൂപയ്ക്ക് അത് ലഭ്യമാകും. 185 രൂപ വിതരണത്തിന് മാറ്റിവെച്ചിട്ടുണ്ട്. 207 രൂപ
വില വ്യത്യാസത്തിലൂടെയും 18 രൂപ 50 പൈസ ബോണസിലൂടെയും 225 രൂപ സേവ് ചെയ്യാം. പേഴ്സണൽ യൂസ് ആൻഡ് സേവ് മണി, വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ആർസിഎം തന്നിരിക്കുന്ന വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ഏത് സാധാരണ വ്യക്തിക്കും പേഴ്സണൽ യൂസ് ആൻഡ് സേവ് മണി. വേറെ ഒന്നും ചെയ്യേണ്ട, പേഴ്സണൽ യൂസ് ആൻഡ് സേവ് മണി. ഇനി ഏർണിങ്സിനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വാട്ട് ടു ഡു ഫോർ ഏർണിങ്സ്? ഒരു വരുമാന വർധന ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ആർസിഎം വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ട്, മനോഹരമായ അവസരം തന്നിട്ടുണ്ട്. എന്താണ് അവസരം? നിങ്ങൾക്ക് ഒരു ബിസിനസ് ആയിട്ട്, ഒരു സീരിയസ് ബിസിനസ് ആയിട്ട് ഇതിനെ എടുക്കാം. ഡിസ്പ്ലേ വാൾ അല്ലെങ്കിൽ എന്താണ് വീട്ടിലെ കടയെന്നോ, ഡിസ്പ്ലേ വാൾ എന്നാണ് ആർസിഎം പ്രസ്റ്റീജിയസ് ആയിട്ട് അതിന് കൊടുത്തിരിക്കുന്ന പേര്. ഡിസ്പ്ലേ വാൾ, ഹോം ഷോപ്പ്, വീട്ടിലെ കട. ഒരു സാധാരണ വീട്ടമ്മയ്ക്ക്, ഒരു സാധാരണക്കാരന് ആരംഭിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് അവസരമാണ് ഡിസ്പ്ലേ വാൾ. സാധാരണ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മളെ അലട്ടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഓ, അതിനൊരു കട വേണം, ഓഫീസ് വേണം, സ്റ്റാഫ് വേണം, ഞാൻ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ അവിടെ പോയി ഇരിക്കണം, ഇനി അതിന് ലൈസൻസിന്റെ പുറകിൽ പോകണം, എന്നാലും എത്ര രൂപ തിരിച്ചു കിട്ടുമെന്നുള്ള ഗ്യാരണ്ടി ഇല്ല. ഈ അലട്ടുന്ന മുഴുവൻ കാര്യങ്ങൾക്ക് മുമ്പിലും നോ 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 എന്ന് പറയാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡിസ്പ്ലേ വാൾ. നോ ഷോപ്പ്, നോ ഓഫീസ്, നോ സ്റ്റാഫ്, നോ സ്പെസിഫിക് ടൈം, നോ ലൈസൻസ്, ബട്ട് 100% റിട്ടേൺ ഗ്യാരണ്ടി. ഡിസ്പ്ലേ വാൾ. നിങ്ങളൊരു ഏർണിങ്സ്, എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇതൊരു ബിസിനസ് ആയിട്ട് ഒരു വരുമാനത്തിന്റെ വഴിയായിട്ട് എടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മൈക്രോ ഡെലിവറി സിസ്റ്റം, ഉൽപ്പന്ന വിതരണത്തിന്റെ മൈക്രോ സംവിധാനമായി കമ്പനി നിശ്ചയിച്ചിരിക്കുന്ന ഡിസ്പ്ലേ വാൾ ആരംഭിക്കണം. സിമ്പിൾ ആണ്. ഇത് ആരംഭിച്ചിട്ട് നമ്മൾ എന്ത് പണിയാണ് എടുക്കേണ്ടത്? വരുമാന വർധനവിന് വേണ്ടി എന്ത് ജോലിയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരു പുതിയ ജോലി നമ്മൾ ചെയ്യേണ്ട. പ്രൊമോട്ട് ദ പ്രോഡക്റ്റ് ആൻഡ് ഏൺ മണി. നിത്യജീവിതത്തിൽ ഇത്ര വർഷങ്ങളായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ജോലി തന്നെ ഇവിടെ ചെയ്താൽ മതി. എന്താണ് നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ജോലി? എന്താണ്? നിങ്ങളുടെ നാട്ടിൽ വന്ന് ആ നാട്ടില് നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു റെസ്റ്റോറന്റ് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു റെസ്റ്റോറന്റിന്റെ പേര് എനിക്ക് സജസ്റ്റ് ചെയ്യും. നിങ്ങളുടെ നാട്ടിൽ വസ്ത്രങ്ങൾ കിട്ടുന്ന നല്ല തുണിക്കട ഏതാണെന്ന് ചോദിച്ചാൽ ആ നാട്ടിലെ ഒരു കടയുടെ പേര് നിങ്ങൾ എനിക്ക് സജസ്റ്റ് ചെയ്യും. എത്രയോ വർഷങ്ങളായി ഒരുപാട് വ്യക്തികളുടെ സ്ഥാപനങ്ങളെയും ഉൽപ്പന്നങ്ങളെയും പ്രൊമോട്ട് ചെയ്യുന്നവരാണ് നിങ്ങളും ഞാനും അടക്കം ഓരോ സാധാരണക്കാരും. എന്നാൽ ഇന്നോളം ആ ഒരു പ്രസ്ഥാനവും നമുക്ക് 1 രൂപ ബെനിഫിറ്റ് തന്നിട്ടില്ല. വിത്തൗട്ട് ബെനിഫിറ്റ് പണിയെടുക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ആർസിഎമ്മിന്റെ ഒരു മൈക്രോ ഡെലിവറി സംവിധാനം, ഹോം ഷോപ്പ് നിങ്ങൾ ആരംഭിക്കൂ. ആദ്യം നിങ്ങൾ ഉൽപ്പന്നങ്ങളുടെ ഉപഭോക്താവൂ, ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമാണെന്ന് നിങ്ങൾ ബോധ്യപ്പെടൂ. അതിനുശേഷം നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രൊമോഷൻ എന്ന് പറയുന്ന, വേർഡ് ഓഫ് മൗത്ത് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന, വായ്മൊഴിയിലൂടെ പരസ്യം ചെയ്യുക എന്ന് പറയുന്ന ആ പ്രവൃത്തി ചെയ്യൂ. ഇന്ന കട നല്ലതാണ്, ഇന്ന റെസ്റ്റോറന്റ് നല്ലതാണ്, ഇന്ന പുസ്തകം നല്ലതാണ്, ഇന്ന സീരിയൽ നല്ലതാണ്, ഇന്ന ഫിലിം നല്ലതാണ്, ഇതെല്ലാം പറയാറില്ലേ? ഇന്ന ഉൽപ്പന്നം നല്ലതാണ്, ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ നല്ലതാണ്, വിലക്കുറവുണ്ട്, ഗുണമേന്മയുണ്ട്, നല്ല സാധനമാണ്. വിലക്കുറവ് മാത്രമല്ല, ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നതിലൂടെ നമ്മുടെ ചികിത്സാ ചെലവും കുറച്ചു കിട്ടും, അതിലൂടെ നമുക്ക് സേവ് ചെയ്യാം. ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം, വായ്മൊഴിയിലൂടെ പരസ്യം ചെയ്യണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഒരു 10,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മൈക്രോ ഡെലിവറി സംവിധാനം കമ്പനി രജിസ്റ്റർ ചെയ്ത് തരും. നിങ്ങളറിയണം, ബില്ലിംഗ് സോഫ്റ്റ്വെയർ അടക്കമാണ്. ഇന്നൊരു സ്ഥാപനം തുടങ്ങുന്ന ഒരാളിന് ബില്ലിംഗ് സോഫ്റ്റ്വെയർ വാങ്ങണമെങ്കിൽ തന്നെ എത്ര ആയിരങ്ങൾ കൊടുക്കണം? ഇവിടെ സാധാരണ ഒരു വീട്ടമ്മ, സാധാരണക്കാര് ഒരു മൈക്രോ ഡെലിവറി സംവിധാനം തുടങ്ങിയാൽ ബില്ലിംഗ് സോഫ്റ്റ്വെയർ അടക്കം കമ്പനി ഫ്രീ ആയിട്ടാണ് തരുന്നത്. നിങ്ങളൊരു 10,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഒരുമിച്ച് വാങ്ങൂ, കൊണ്ടുവെക്കൂ. എന്നിട്ട് അയൽപക്കത്തുള്ള പരിചയക്കാരായിട്ടുള്ള 10 കുടുംബങ്ങൾക്ക് വായ്മൊഴിയിലൂടെ പരസ്യം ചെയ്യൂ. ഒരു 1000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ 10 കുടുംബങ്ങളിലേക്ക് എത്തിക്കൂ. നല്ല ആരോഗ്യത്തിന്, അവരുടെ വിലക്കുറവിനോ എന്തിനോ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് 10 കുടുംബങ്ങൾക്ക് 1000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 2000 രൂപ റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും. ഒരു 600 രൂപ ബോണസായി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. ഒരു 2600 രൂപയുടെ വരുമാനം, ഒരു അധിക വരുമാനത്തിന്റെ വഴി നിങ്ങൾക്ക് ഇതിലൂടെ തുറക്കാം. വെറും 10,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ. 10,000 എന്ന് ചിന്തിച്ച് വലുതാകണ്ട, 1000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ 10 കുടുംബങ്ങളിൽ എത്തിക്കൂ എന്ന് അതിനെ വിഘടിച്ച് കാണൂ.
നോക്കൂ, സാധാരണ ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന വലിയ ബിസിനസ്സുകാർക്കെല്ലാം ആ കമ്പനികൾ ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. നല്ല ടേൺ ഓവർ ചെയ്താൽ വർഷങ്ങളിൽ ഒരു ടൂർ കൊടുക്കും. ചിലപ്പോൾ വ്യക്തിക്ക് കൊടുക്കും, കുടുംബത്തിന് കൊടുക്കും. കോടീശ്വരന്മാരാണ്, കോടിക്കണക്കിന് മുതൽ മുടക്കി കോടികളുടെ ടേൺ ഓവർ ചെയ്യുമ്പോൾ ആ കമ്പനികൾ അവർക്ക് ടൂർ കൊടുക്കും. പലരും ടൂറിനൊക്കെ പോയ ഫോട്ടോ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. എന്നാൽ RCM സാധാരണക്കാരായിട്ടുള്ള നമ്മളോട്, സാധാരണ ഒരു വീട്ടമ്മയോടും സാധാരണക്കാരായോടും നമ്മളോടും പറയാണ്, നിങ്ങൾ ഈ 10,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ 30 ദിവസമുള്ള ഒരു മാസത്തിൽ ഒന്ന് ചിട്ടയോടുകൂടി സെയിൽ ചെയ്യുകയാണെങ്കിൽ, ഒരു ചിട്ടയോടുകൂടി നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം കഴിയുന്ന സമയത്ത് കമ്പനി ഒരു ടൂർ തരികയാണ്. ഡയമണ്ട് ക്ലബ് എന്നാണ് അതിന് പേര് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഡയമണ്ട് ക്ലബ് മെമ്പർ ആക്കും. ഹേമസാറിന്റെ വളരെ പ്രധാനമായിട്ട് ഹേമസാർ പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന ഒരു ആശയമാണ് ഡയമണ്ട് ക്ലബ്, ഡിസ്പ്ലേ വാൾ ആൻഡ് ഡയമണ്ട് ക്ലബ്. എന്തിനാണ്? നമുക്കറിയാം സാധാരണ ആൾക്കാർക്ക് എന്താ നമ്മുടെ ജീവിതത്തിൽ പറ്റുക? കയ്യിൽ പൈസ വരുന്ന സമയത്ത് കൂടെ പോകാൻ ആളുണ്ടാവില്ല, കൂടെ പോകാൻ ആൾ അറിയാവുന്ന സമയത്ത് കയ്യിൽ കാശുണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു ടൂർ പോകുക എന്ന് പറയുന്നത് എന്നും നമ്മുടെ സ്വപ്നങ്ങൾ മാത്രമായി നിൽക്കും. RCM പറഞ്ഞിരിക്കുന്നത്, നിങ്ങളൊരു മൈക്രോ ഡെലിവറി സംവിധാനം തുടങ്ങൂ. നിങ്ങൾ ഈ ചെറിയൊരു ബിസിനസ് ഒരു സ്ഥിരതയോടുകൂടി 12 മാസം ചെയ്യൂ. കൂടെ വരാൻ ആളുണ്ടാവും, നിങ്ങളുടെ കയ്യിൽ കാശും ഉണ്ടാവും. നിങ്ങൾക്ക് നമ്മുടെ ഈ കമ്പനിയെ പോയി കാണാം, കമ്പനിയെ വിസിറ്റ് ചെയ്യാം, ഫാക്ടറികൾ സന്ദർശിക്കാം, നമ്മുടെ TCGയോടൊപ്പം ഭക്ഷണം കഴിക്കാം. ജീവിതത്തിന്റെ സുന്ദരമായ കുറെ നിമിഷങ്ങൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ RCM നിങ്ങൾക്ക് സമ്മാനിക്കും. ഇനിയും കൂടുതൽ വരുമാനം വേണോ? 30 ദിവസമുള്ള ഒരു മാസത്തിൽ 10,000 രൂപയുടെ ഉൽപ്പന്നങ്ങളെ നിങ്ങൾക്ക് റീസൈക്കിൾ ചെയ്ത് അതിനെ 20,000 50,000 രൂപയായിട്ട് മാറ്റാം. 10 കുടുംബം എന്ന് പറയുന്ന 20 കുടുംബങ്ങളിലേക്ക് ഇറങ്ങുക. അല്ലെങ്കിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന സമയത്ത് കൂടുതൽ ഉൽപ്പന്നങ്ങൾ അവർക്ക് ലഭ്യമാക്കുക. നോക്കൂ, 20,000 രൂപയുടെ ബിസിനസ് ചെയ്താൽ 4,000 രൂപ റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും. 1,400 രൂപ ബോണസായി അക്കൗണ്ടിലേക്ക് വരും. 5,400 രൂപ വരുമാനം ഉണ്ടാക്കിയെടുക്കാം. അധിക വരുമാനത്തിനുള്ള വഴി, പ്രൊമോട്ട് ദ പ്രോഡക്റ്റ് ആൻഡ് ഏൺ മണി. 5,400 ചെറുതാണോ? ജീവിതത്തിൽ വരുമാന വർധനവിലൂടെ കുടുംബത്തെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കുടുംബത്തെ സഹായിക്കുന്നവരാണോ? ഒരു വരുമാന വർധനവിലൂടെ അത് ആഗ്രഹിക്കുന്നുണ്ടോ? 5,400 ചെറുതല്ല. ഗ്യാസിന് 900 രൂപ പിന്നിട്ടിരിക്കുന്നു. 1 ലിറ്റർ പാലിന് 1,200 രൂപ കഴിഞ്ഞിരിക്കുന്നു. നെറ്റോ കേബിളോ ചാർജ് ചെയ്യാൻ 600 രൂപ തികയാതെ വന്നിരിക്കുന്നു. 4 പേരുള്ള കുടുംബത്തിന് 1,000 രൂപയ്ക്ക് മുകളിലായിരിക്കുന്നു ഇലക്ട്രിസിറ്റി ബില്ല്. പച്ചക്കറിയോ മീനോ ഒക്കെ വാങ്ങി ഒരു മാസം കഴിച്ചു കൂട്ടണമെങ്കിൽ 1,500 രൂപ തികയാതെ വന്നിരിക്കുന്നു. ന്യൂസ് പേപ്പറിന് പോലും 300 രൂപ കഴിഞ്ഞിരിക്കുന്നു. എല്ലാ സാധാരണ വ്യക്തികളുടെയും ഒരു മാസത്തെ ജീവിത ചെലവിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കടന്നു വരുമെങ്കിൽ ഈ പറയുന്ന 5,400 5,500 രൂപ നിങ്ങളുടെ കുടുംബങ്ങളുടെ ഈ ചെലവിനെ നിങ്ങൾക്ക് ഏറ്റെടുത്തുകൊണ്ട് സഹായിക്കാൻ കഴിയും. നിങ്ങളുടെ ഫാമിലിയെ സഹായിക്കാൻ കഴിയും. ഹെൽപ്പ് യുവർ ഫാമിലി. ഒരു വരുമാന വഴിയായിക്കൊണ്ട് നിങ്ങളുടെ കുടുംബത്തെ സഹായിക്കാൻ കഴിയും. വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി, ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി. ഏത് സാധാരണക്കാരന് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ഇനി നമ്മൾ ഇവിടെ മറ്റൊരു മേഖലയിലേക്ക് കടക്കുകയാണ്. കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. ഇതുവരെ പറഞ്ഞ ഒരു കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇതിന്റെ ഉപഭോക്താവായി നിന്ന് സേവ് ചെയ്യാനോ ഒരു അധിക വരുമാനത്തിന്റെ സ്രോതസ്സായി ഈ ഉൽപ്പന്നങ്ങളെ പ്രൊമോട്ട് ചെയ്ത് അധിക വരുമാനത്തിന്റെ സ്രോതസ്സായി മാറാനോ ഒരു ക്വാളിഫിക്കേഷന്റെയും ആവശ്യമില്ല. ഏത് സാധാരണക്കാർക്കും പറ്റും. എന്നാൽ ഇനി ഞാൻ കടക്കാൻ പോകുന്ന മേഖല വ്യത്യസ്തമാണ്. നമ്മളെ പോലുള്ള സാധാരണ ആൾക്കാർക്ക് പരിചിതമല്ലാത്ത ഒരു മേഖലയാണ്. ബിഗ് ഡ്രീംസ്, വലിയ സ്വപ്നങ്ങളുടെ മേഖല. ബിഗ് ഡ്രീംസ്, വലിയ സ്വപ്നങ്ങൾ ഉള്ളവർക്ക് ഉള്ള സ്ഥലമാണ്. ഇനി വലിയ സ്വപ്നങ്ങൾ കാണാൻ കഴിയുന്നവർക്കുള്ള സ്ഥലമാണ് അടുത്തൊരു മേഖല. നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ RCM അതിന് അവസരം തരുന്നുണ്ട്. പക്ഷെ ഇവിടെ ക്വാളിഫിക്കേഷൻ വേണം. ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ഈ വലിയ സ്വപ്നങ്ങളിലേക്ക് എത്താൻ കഴിയില്ല. എല്ലാവരും പറയും ക്വാളിഫിക്കേഷൻ വേണ്ടെന്ന് പറയും. പക്ഷെ ഞാൻ പറയും ക്വാളിഫിക്കേഷൻ വേണമെന്ന് പറയും. ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. എന്താണ് നിങ്ങൾക്ക് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ? അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അല്ല. നിങ്ങൾക്ക് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. ചങ്കുറപ്പുള്ളവനെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ കഴിയൂ. കോൺഫിഡൻസ് ആയിരിക്കണം, സെൽഫ് കോൺഫിഡൻസ്. ആത്മവിശ്വാസമുള്ളവനെ ഈ മേഖലയിലേക്ക് കടക്കാൻ പാടുള്ളൂ. എങ്ങനെ ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക? അറിവിലൂടെയും അനുഭവത്തിലൂടെയുമാണ് ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക. നോക്കൂ, ഒരു ഷോപ്പും ഒരു ഉൽപ്പന്നവും ഇവിടെ ലഭ്യമാകാതിരുന്ന കാലത്ത്
RCM പ്രൊമോട്ട് ചെയ്ത് ഈ ആശയത്തിനെ ഏറ്റെടുത്ത് നടത്തിയ സുജിത് സാറിന്റെയും മൂർത്തി സാറിന്റെയും ഒക്കെ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടല്ലോ, ആത്മവിശ്വാസം, അതാണ് അവരെ വിജയിപ്പിച്ചിരിക്കുന്നതെങ്കിൽ, അതാണ് അവരെ സ്വപ്ന ദൂരത്തിലേക്ക് അവരെ നടത്തിയിരിക്കുന്നതെങ്കിൽ അത് തന്നെയാണ് ഇവിടെ വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ. അതില്ലാത്തവർ ഈ മേഖലയിലേക്ക് വരരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് ഉണ്ടാക്കി തരുന്നതിന് വേണ്ടി ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഹേമന്ത് സാർ, എനിക്കൊരു 15 മിനിറ്റും കൂടെ കിട്ടുമോ സാർ? ഹേമന്ത് സാർ? യെസ്, എടുത്തോളൂ. കാരണം ഇത് അടുത്തൊരു ഘട്ടത്തിലേക്കാണ് പോകുന്നത്. നോ, യു ടേക്ക് യുവർ ഓൺ ടൈം. ഓക്കെ സാർ, താങ്ക് യു. സോ ബിഗ് ഡ്രീംസ്, വലിയ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ ചില യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമ്മൾ ഇതിലേക്ക് കടക്കാൻ പാടുള്ളൂ. എന്താണ് യാഥാർത്ഥ്യം? നമ്മളെല്ലാം നിൽക്കുന്നത് ഡയറക്ട് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു വ്യവസായ മേഖലയുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്നതെന്നുള്ള പൂർണ്ണ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. സോ 2016 സെപ്റ്റംബർ മാസം 9 കേന്ദ്ര ഗവൺമെന്റ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ, ഡയറക്ട് സെല്ലിംഗ് വിഭാഗത്തെ നിയമപരിരക്ഷയുള്ള ഒരു വിഭാഗമാക്കി ഇന്ത്യയിൽ മാറ്റിയിട്ടുണ്ട്. സോ പൂർണ്ണമായ നിയമപരിരക്ഷയുള്ള ഒരു വ്യാപാര മേഖലയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള ബോധ്യം ആദ്യം ഉണ്ടായിരിക്കണം വലിയ സ്വപ്നങ്ങളുള്ളവർക്ക്. അത് ആരെങ്കിലും പറഞ്ഞുള്ള ബോധ്യമായിരിക്കരുത്, നമ്മുടെ സ്വയബോധ്യമായിരിക്കണം. നോക്കൂ, 2008 ജൂൺ മാസം 4 കേരള ഗവൺമെന്റ് ഡയറക്ട് സെല്ലിംഗിന്റെ ഒരു മോണിറ്ററിംഗ് അതോറിറ്റി വെച്ചു. കേരളത്തിലും നിയമപരിരക്ഷയുള്ള ഒരു വ്യവസായ മേഖലയായി മാറിയിട്ടുണ്ട് ഡയറക്ട് സെല്ലിംഗ്. നമ്മളെല്ലാം അതിന്റെ ഭാഗമാണ്. അപ്പൊ ചിലപ്പോൾ നമുക്കെല്ലാം തോന്നും നിയമപരിരക്ഷ ഉണ്ടെങ്കിൽ പിന്നെ കള്ളന്മാർ ഉണ്ടാവത്തില്ലല്ലോ എന്ന് തോന്നും. ഒരിക്കലുമല്ല. ഇവിടെ പോലീസും നിയമവും ഉള്ള സമയത്ത് തന്നെയാണ് ഇവിടെ കള്ളന്മാരും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏത് സംരക്ഷണം ഉണ്ടെങ്കിലും സംരക്ഷിക്കപ്പെടേണ്ടത് നല്ലവരെയാണ്. നിയമപരിരക്ഷ നന്നായി പ്രവർത്തിക്കുന്നവർക്കാണ് ഈ നിയമപരിരക്ഷ. സോ നമ്മൾ RCM ജെനുവിനായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായതുകൊണ്ട് തന്നെ ഈ നിയമപരിരക്ഷ നമുക്ക് എന്നും നമ്മുടെ സംരക്ഷണ കവചമായി നിൽക്കും. എന്നാൽ കള്ളന്മാർ പിടിക്കപ്പെട്ടാൽ ഈ നിയമപരിരക്ഷ അവർക്ക് ഉണ്ടാവത്തില്ല. ഈ നിയമങ്ങൾ അവരെ കൂട്ടിലടയ്ക്കാനുള്ളതാണ്. സോ ഈ കാര്യം നമുക്ക് ബോധ്യമുണ്ടാവണം. നിയമപരിരക്ഷയുള്ള ഒരു വ്യവസായ മേഖലയുടെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നതെന്ന് നമുക്ക് ആദ്യം ബോധ്യം ഉണ്ടാവണം. അത് കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യം റിയാലിറ്റി ഓഫ് മണി, പൈസയുടെ ഒരു യാഥാർത്ഥ്യമുണ്ട്, കാശിന്റെ യാഥാർത്ഥ്യം. പൈസക്ക് യാഥാർത്ഥ്യമുണ്ടോ എന്ന് ചിന്തിക്കും. എന്നാൽ പൈസ എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഉണ്ട്. പല സാധാരണ വ്യക്തികൾക്കും ഈ റിയാലിറ്റി അറിയില്ല, ഈ യാഥാർത്ഥ്യം അറിയില്ല. എന്താണ് പൈസയുടെ യാഥാർത്ഥ്യം? നമ്മൾ കേട്ടിട്ടുണ്ട്, ടൈം ഈക്വൽസ് മണി, സമയമാണ് പൈസ എന്ന് കേട്ടിട്ടുണ്ട്. കേട്ടത് സത്യം തന്നെയാണ്, സമയമാണ് പൈസ. കാരണം 10,000 രൂപ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരാളിന് ആ പണിസ്ഥലത്ത് നിന്നും 10,000-നെ 12,000 ആക്കി മാറ്റണമെങ്കിൽ, 2,000 രൂപയുടെ വർധന ഉണ്ടാക്കണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ഓവർ ടൈം. ഒരിക്കലും എവിടെയും ഓവർ എഫേർട്ട് എന്ന് പേര് കൊടുത്തിട്ടില്ല. ഓവർ ടൈം, അധിക സമയം, അധിക പൈസ. ഓവർ ടൈം ഫോർ ഓവർ മണി. ടൈം ഈക്വൽസ് മണി, സമയമാണ് പൈസ. അപ്പൊ എവിടെയും നമ്മുടെ സമയം കൊടുത്താലേ നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയൂ. അതാണ് പൈസയുടെ യാഥാർത്ഥ്യം. എന്നാൽ പൈസ എന്ന് പറയുന്നത് വെറും സമയമല്ല. പൈസ എന്ന് പറഞ്ഞാൽ വെറും സമയം ഒരിക്കലും നമുക്ക് പൈസ കൊണ്ടുതരത്തില്ല. നമ്മുടെ കയ്യിലേക്ക് പൈസ കൊണ്ടുതരുന്ന മണിക്കൂറുകൾക്ക് പ്രൊഡക്റ്റീവ് അവേഴ്സ് എന്നാ പറയുന്നത്. പ്രൊഡക്റ്റീവ് അവേഴ്സ്. നിങ്ങൾക്ക് എത്ര രൂപ വരുമാനമുണ്ട് എന്നതിന്റെ അടിസ്ഥാനം നിങ്ങൾക്ക് എത്ര പ്രൊഡക്റ്റീവ് അവേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. പല ആൾക്കാർക്കും പ്രൊഡക്റ്റീവ് അവേഴ്സ് എന്താണെന്ന് അറിയത്തില്ല. ഈ റിയാലിറ്റി മനസ്സിലാക്കിയാലേ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ കഴിയൂ, നടന്നെത്താൻ കഴിയൂ. എന്താണ് പ്രൊഡക്റ്റീവ് ആൻഡ് അൺപ്രൊഡക്റ്റീവ് അവേഴ്സ്? എല്ലാ മനുഷ്യർക്കും 24 മണിക്കൂറേ ഉള്ളൂ. 8 ലക്ഷം വാങ്ങുന്ന മൂർത്തി സാറിനും 6 ലക്ഷം വാങ്ങുന്ന സുജിത് സാറിനും 3 ലക്ഷം വാങ്ങുന്ന ഹേമന്ത് സാറിനും 3000 വാങ്ങുന്ന നമ്മൾക്കും ഇന്ത്യൻ പ്രസിഡന്റിനും എല്ലാവർക്കും 24 മണിക്കൂറേ. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്. നമ്മൾ ഈ സമയത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? നമുക്കൊന്ന് വേർതിരിക്കാം. 8 മണിക്കൂർ ഇറങ്ങണമെന്ന് പറയുന്നവരുണ്ട്, 8 മണിക്കൂർ ഇറങ്ങിക്കോളൂ. ഡ്യൂട്ടി ടൈം 8 മണിക്കൂർ എന്ന് പറയുന്നവരുണ്ട്. പ്രൊഡക്റ്റീവ് എന്താണ് ഡ്യൂട്ടി ടൈം? വർക്കിംഗ് ടൈം 8 മണിക്കൂർ. അപ്പൊ 8 മണിക്കൂർ ഇറങ്ങി 8 മണിക്കൂർ പണിയെടുത്തു. ഇനി ഒരു 8 മണിക്കൂറുണ്ട്.
യാത്ര ചെയ്യുന്നവരുണ്ട്, ടി വി കാണുന്നവരുണ്ട്, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി ഇരിക്കുന്നവരുണ്ട്, പല പല കാര്യങ്ങൾക്ക് പോകുന്നവരുണ്ട്. നോക്കൂ, ഈ 24 മണിക്കൂറിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൈസ കൊണ്ടുതരുന്നത് വെറും 8 മണിക്കൂർ മാത്രമാണ്. നിങ്ങൾ വർക്കിംഗ് ടൈം എന്ന് പറയുന്ന 8 മണിക്കൂർ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൈസ കൊണ്ടുതരത്തുള്ളൂ. ആ മണിക്കൂറിനാണ് പ്രൊഡക്റ്റീവ് അവർ എന്ന് പറയുന്നത്. ഉറങ്ങുന്ന 8 മണിക്കൂർ പൈസ കൊണ്ടുതരത്തില്ല. യാത്ര ചെയ്യുന്നതോ ടി വി കാണുന്നതോ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നതോ 8 മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിൽ പൈസ കൊണ്ടുതരത്തില്ല. വെറും 8 മണിക്കൂർ മാത്രം പ്രൊഡക്റ്റീവ് അവർ ആയിട്ടുള്ള സാധാരണക്കാരൻ ഒരു കാര്യം പറയുമ്പോൾ, ഒരു അവസരം കൊടുക്കുമ്പോൾ പറയും, ഞാൻ ബിസിയാണ്, നോ ടൈം, ടഫ് ഷെഡ്യൂൾ. ബിസി ആയിക്കോളൂ, സമയമില്ലാതായിക്കോളൂ, ഷെഡ്യൂൾ ടഫ് ആയിക്കോളൂ. അതെല്ലാം നിങ്ങളുടെ പ്രൊഡക്റ്റീവ് അവേഴ്സ് ആണോ? അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൈസ കിട്ടത്തില്ല, നിങ്ങൾക്ക് സ്വപ്നത്തിലേക്ക് നടന്നു പോകാൻ കഴിയില്ല. ഇതാണ് യാഥാർത്ഥ്യം. നോക്കൂ, പൈസ എന്താണ്? ടൈം ഈക്വൽസ് മണി. യാഥാർത്ഥ്യം തിരിച്ചറിയണം. ടൈം ഈക്വൽസ് മണി. സാധാരണക്കാർക്ക് അറിയില്ല. 8 മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം ആയിട്ട് പറയുന്നത്. നോക്കൂ, ഒരു സാധാരണക്കാരൻ 26 ദിവസം പണിയെടുക്കും. ഒരു ദിവസം 8 മണിക്കൂർ വെച്ച് 26 ദിവസം പണിയെടുത്താൽ ഒരു മാസത്തിൽ അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റീവ് അവർ എന്ന് പറയുന്നത് 208 മണിക്കൂർ മാത്രമാണ്. നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ശ്രദ്ധയോടെ ഇരുന്ന് മനസ്സിലാക്കണം. ജീവിതത്തിൽ രക്ഷപ്പെടാത്തതിന്റെ കാരണം എന്താണെന്ന് തിരിച്ചറിയണം. സ്വപ്നങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയാത്തതിന്റെ കാരണം തിരിച്ചറിയണം. 26 ദിവസം 8 മണിക്കൂർ, 208 മണിക്കൂറാണ് നമ്മുടെ പ്രൊഡക്റ്റീവ് അവർ. 10,000 രൂപ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരാളിന് 10,000 രൂപ കിട്ടുന്നത് ഒരു മാസത്തെ ശമ്പളമല്ല, 208 മണിക്കൂറിന്റെ പ്രതിഫലമാണ്. അങ്ങനെയാണെങ്കിൽ 10,000 രൂപ ശമ്പളക്കാരൻ അറിയണം, അദ്ദേഹത്തിന്റെ ഒരു മണിക്കൂറിന്റെ മൂല്യം 48 രൂപ മാത്രമാണ്. 2 മണിക്കൂറിന്റെ മൂല്യം 96 രൂപ മാത്രമാണ്. തിരിച്ചറിയാൻ പറ്റത്തില്ല. വ്യക്തമാക്കി പറയാം. 10,000 രൂപ ശമ്പളക്കാരൻ 1 ലിറ്റർ പെട്രോൾ അടിക്കണമെങ്കിൽ 2 മണിക്കൂർ അധ്വാനിക്കുന്നതിന്റെ മൂല്യം കൊടുത്താൽ മതിയാവില്ല. 10,000 രൂപ ശമ്പളക്കാരൻ 1 ലിറ്റർ പെട്രോൾ അടിക്കണമെങ്കിൽ 2 മണിക്കൂർ അധ്വാനിക്കുന്നതിന്റെ പൈസ കൊടുത്താൽ മതിയാവില്ല. കാരണം 100 രൂപ കഴിഞ്ഞിരിക്കുന്നു. കുട്ടിക്ക് ഒരു ചിക്കൻ ബിരിയാണി, നല്ലൊരു ചിക്കൻ ബിരിയാണി മേടിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ 10,000 രൂപ ശമ്പളക്കാരൻ 3 മണിക്കൂർ പണിയെടുക്കുന്നതിന്റെ കാശ് കൊടുക്കണം. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 15,000 രൂപ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരാളിന്റെ 1 മണിക്കൂറിന്റെ മൂല്യം 72 രൂപയാണ്. 2 മണിക്കൂറിന്റെ മൂല്യം 144 രൂപയാണ്. എന്ന് പറഞ്ഞാൽ 15,000 രൂപ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരാൾ പോലും ഒരു നല്ല ബിരിയാണി മേടിച്ച് കുഞ്ഞിന് കൊണ്ട് കൊടുക്കണമെങ്കിൽ 144 രൂപ 2 മണിക്കൂറിന്റെ മൂല്യം കൊടുക്കണം. പൈസയുടെ യാഥാർത്ഥ്യം ഇതാണ്. 10,000-ഓ 15,000-ഓ 25,000-ഓ ഒന്നും ചെറുതല്ല. എല്ലാം പ്രധാനപ്പെട്ടതാണ്. എല്ലാം വരുമാനമാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജീവിതം മുന്നോട്ട് പൊയ്ക്കോളൂ. സ്വപ്നങ്ങൾ കാണരുത്. സ്വപ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയണം. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാത്ത സാധാരണക്കാരന്റെ അവസ്ഥ എന്താണെന്നറിയോ? 30-ാമത്തെ വയസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും. 30-ാമത്തെ വയസ്സിൽ ഭയങ്കര സ്വപ്നങ്ങളാണ്. അതാവണം, ഇതാവണം, വീട് വെക്കണം, കാർ വെക്കണം, ഒക്കെ ഉണ്ട്. നോക്കൂ, 30-ാമത്തെ വയസ്സിൽ ഒരു ജോലി കിട്ടിയ ഒരാള്, നല്ല ശമ്പളമാണ്, 5,000 രൂപ അദ്ദേഹത്തിന് സേവ് ചെയ്യാൻ കഴിയുന്നുണ്ട്, മാസം മാറ്റിവെക്കാൻ കഴിയുന്നുണ്ട്. എല്ലാ ചെലവും കഴിഞ്ഞിട്ട് 30-ാമത്തെ വയസ്സിൽ ജോലി കിട്ടിയ ഒരാൾ 30-ാമത്തെ വയസ്സ് മുതൽ മാസം 5,000 രൂപ സമ്പാദ്യമായിട്ട് മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ 1 വർഷം അദ്ദേഹത്തിന് സേവ് ചെയ്യാൻ കഴിയുന്നത് 60,000 രൂപയാണ്. 10 വർഷം കൊണ്ട് 6 ലക്ഷം രൂപ, 20 വർഷം കൊണ്ട് 12 ലക്ഷം രൂപ സേവ് ചെയ്യാം, 30 വർഷം കൊണ്ട് 18 ലക്ഷം രൂപ സേവ് ചെയ്യാം. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രായം 60 വയസ്സ്. 30-ാമത്തെ വയസ്സിൽ 5,000 രൂപ സേവ് ചെയ്യാൻ കഴിയുന്ന ഒരാളിന് 60-ാമത്തെ വയസ്സാവുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സമ്പാദ്യം 18 ലക്ഷം രൂപ. സ്വപ്നങ്ങൾ എവിടെ? യാഥാർത്ഥ്യം എവിടെ? സ്വപ്നങ്ങൾ എവിടെ? റിയാലിറ്റി എവിടെ? ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ 5,000 രൂപ സേവ് ചെയ്യാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഉണ്ടെങ്കിൽ നിങ്ങൾ മഹാഭാഗ്യവാന്മാരാണ്. നോക്കൂ, ഒരു സാധാരണക്കാരന് വെറും 2,000 രൂപയാണ് മാസം സേവ് ചെയ്യാൻ കഴിയുന്നതെങ്കിൽ 30-ാമത്തെ വയസ്സിൽ തുടങ്ങിയാൽ 60-ാമത്തെ വയസ്സിൽ റിട്ടയർ ആയി കഴിഞ്ഞാൽ 7,20,000 രൂപ സമ്പാദ്യം ഉണ്ടാവും. സമ്പാദ്യം കാണത്തില്ല. ഇതിനിടയിൽ തന്നെ പല ചെലവുകൾ വരും. നമ്മൾ അതെടുക്കും, ലോൺ എടുക്കും, തിരിച്ചടവും. മരിക്കുന്നത് വരെയും പണിയെടുത്തുകൊണ്ടേയിരിക്കും. വാറൻ ബഫറ്റ് പറഞ്ഞതുപോലെ ഉറങ്ങിക്കിടക്കുമ്പോഴും ജീവിതത്തിലേക്ക് പൈസ വന്നെത്തുന്ന ഒരു അവസരത്തെ നിങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ
മരണം വരെയും ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ടവരായി നിങ്ങൾ മാറും. ആ അവസരത്തിൽ ഒരു മോചനം വേണമെങ്കിൽ സാധാരണക്കാരന് സ്വപ്നങ്ങൾ കാണാൻ കഴിയണമെങ്കിൽ, ആ സ്വപ്നങ്ങളിലേക്ക് എത്താൻ കഴിയണമെങ്കിൽ RCM എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം നമുക്കൊരു അവസരം തന്നിട്ടുണ്ട്. വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. എന്താ ചെയ്യേണ്ടത്? സിമ്പിൾ തിങ്, സെൽ ദ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഫുൾഫിൽ ദ ഡ്രീം. ഉൽപ്പന്നങ്ങളാകുന്ന വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് എന്റെ കൈകളിലേക്ക് ഹേമന്ത് സാർ വെച്ച് തന്നത് ഉൽപ്പന്നങ്ങളായിരുന്നില്ല, ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, അവസരമായിരുന്നു. സാധാരണ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഉൽപ്പന്നങ്ങളാകുന്ന വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് എന്റെ കൈകളിലേക്ക് ഹേമന്ത് സാർ വെച്ച് തന്നത് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. സെൽ ദ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഫുൾഫിൽ ദ ഡ്രീം. നോക്കൂ, ഇതെന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ ഈ കാണിക്കുന്ന വ്യക്തിയുടെ പേരെന്താണെന്നറിയാവോ? ഞാൻ ഈ കാണിക്കുന്ന വ്യക്തിയുടെ പേര് നമ്മുടെ എമറാൾഡ്, ഇപ്പൊ സ്റ്റാർ എമറാൾഡ് ആയിരിക്കുന്ന നമ്മുടെ സെക്യൂരിറ്റി ജോലി ചെയ്തിരുന്ന നാരായണേട്ടൻ. നാരായണേട്ടൻ സാധാരണക്കാരനായിരുന്നു. നാരായണേട്ടൻ എന്താണ് സ്റ്റാർ എമറാൾഡ് ആണ്. നാരായണേട്ടൻ ഡിസൈഡ് ചെയ്തു എന്റെ വരുമാനം വർദ്ധിപ്പിക്കണം. നാരായണന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി നാരായണൻ എന്താ ചെയ്തത്? ഒരുപക്ഷെ അന്ന് നാരായണേട്ടൻ ഈ ഉൽപ്പന്നങ്ങളെ എന്ത് ചെയ്തു? ഉൽപ്പന്നങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ തയ്യാറായി. നമ്മൾ അറിയണം, സമയം വിൽക്കാനായിട്ട് നിൽക്കുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങളൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട്സ് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പൈസ കൊടുത്താൽ നല്ലൊരു അക്കൗണ്ടിന്റെ സമയത്ത് വിലക്ക് വാങ്ങാം. നിങ്ങൾക്കൊരു നിയമപരിരക്ഷ വേണമെങ്കിൽ നിങ്ങൾ നിയമം പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പൈസ കൊടുക്കാം. ഒരു അഡ്വക്കേറ്റിന്റെ സമയത്ത് നിങ്ങൾക്ക് വിലക്ക് വാങ്ങാം. നിങ്ങൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മെഡിസിൻ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ കൊടുക്കാം. പഠിച്ചിരിക്കുന്ന ഒരു ഡോക്ടറെ സമയത്ത് നിങ്ങൾക്ക് വിലക്ക് വാങ്ങാം. നമുക്ക് ആരുടെ സമയത്തെ വിലക്ക് വാങ്ങാം? നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവണം. സോ നാരായണേട്ടൻ ഈ ബിസിനസ് ചെയ്യാൻ തുടങ്ങി. നാരായണേട്ടന്റെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നത്? ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാരായണേട്ടന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. ഇനി പൈസ ഉണ്ടെങ്കിൽ തന്നെ വേണുഗോപാൽ സാർ പോലെ ഒരു കൈക്കൂലി വാങ്ങുമ്പോൾ ശ്രീനിവാസനെ പോലെ അലർജിയുള്ള വേണുഗോപാൽ സാറിനെ പോലുള്ള ഒരാളിന് പൈസ കൊടുത്ത് വേണുഗോപാൽ സാറിന്റെ സമയത്ത് വാങ്ങാൻ കഴിയത്തില്ല. എന്നാൽ വേണുഗോപാൽ സാറിന്റെ സമയത്തെ നാരായണേട്ടൻ വാങ്ങി. വില കൊടുത്തില്ല, അവസരം കൊടുത്തു, ഓപ്പർച്യൂണിറ്റി കൊടുത്തു. മൂർത്തി സാറ് മനോഹരമായ ഒരു വാക്ക് പറയും ഇതിന്. നിങ്ങൾക്ക് എന്ത് കഴിവില്ലായ്മയുണ്ടോ? നിങ്ങൾക്ക് സമയമാണോ ഇല്ലാത്തത്? നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനോ അറിയില്ലാത്തത്? നിങ്ങൾക്ക് എന്താണ് കഴിവില്ലായ്മയുള്ളത്? എന്താണ് നിങ്ങളുടെ വീക്ക്നെസ്? ആ വീക്ക്നെസ്സിനെ പരിഹരിക്കാനുള്ള അവസരം ഇവിടെയുണ്ട്, ഈ സിസ്റ്റത്തിലുണ്ട്. സ്പോൺസർ യുവർ വീക്ക്നെസ്. മനോഹരമായ വാക്കാണ്. ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഒരു വാക്കാണ് സ്പോൺസർ യുവർ വീക്ക്നെസ്. നോക്കൂ, നാരായണേട്ടൻ ഒരു പൈസ കൊടുക്കാതെ നാരായണേട്ടൻ വേണുഗോപാൽ സാർ എന്ന് പറയുന്ന പ്രഗത്ഭനായ ഉദ്യോഗസ്ഥന്റെ സമയത്തെ വിലക്ക് വാങ്ങി. നോക്കൂ, സുജിത് സാറിന്റെ ഷോപ്പിൽ ഷൈമ മാഡം വന്നു. 2500 രൂപയ്ക്ക് എന്തോ ശമ്പളത്തിന് വന്നതാണ്. സുജിത് സാർ ഇന്നും ഒരുപക്ഷെ അവിടെ ശമ്പളം കൊടുക്കുന്നുണ്ടാവും. പക്ഷെ RCM എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി കൊടുത്ത് ഷൈമ മാഡത്തിന്റെ സമയത്തെ വിലക്ക് വാങ്ങാൻ സുജിത് സാർ 1 രൂപ ഷൈമ മാഡത്തിന് കൊടുത്തിട്ടുണ്ടാവില്ല. പൈസ കൊടുക്കാതെ ഷൈമ മാഡത്തിന്റെ സമയത്തെ വിലക്ക് വാങ്ങി. അതിനുള്ള അവസരം, സ്പോൺസർ യുവർ വീക്ക്നെസ്. നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൊടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ സമയത്തെ നമുക്ക് വിലക്ക് വാങ്ങാം, അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ളവരുടെ സമയത്തെ വാങ്ങാം. അതിലൂടെ ഈ വരുന്ന 2 വ്യക്തികൾ 2 മണിക്കൂർ പണിയെടുക്കുന്നവരാണെങ്കിൽ അവരുടെ സമയം നമ്മുടെ പ്രൊഡക്റ്റീവ് ഓവറായിട്ട് മാറും. നമ്മുടെ പ്രൊഡക്റ്റീവ് ഓവർ വർദ്ധിക്കും. നമ്മൾ ഒറ്റയ്ക്ക് പണിയെടുത്താൽ അതിലൂടെ കിട്ടുന്നതിന് ആക്റ്റീവ് ഇൻകം എന്നാണ് പറയുന്നത്. ആക്റ്റീവ് ഇൻകം മാത്രമേ നമുക്ക് അറിയുള്ളൂ. എന്താണ് ആക്റ്റീവ് ഇൻകം? നമ്മൾ ആക്ട് ചെയ്തുകൊണ്ടിരുന്നാൽ, നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ശമ്പളം കിട്ടും. കമ്പനി പൂട്ടി, ശമ്പളമില്ല. കട അടച്ചു, വരുമാനമില്ല. നാളെ മുതൽ നീ വരണ്ടെന്ന് പറഞ്ഞു, വരുമാനമില്ല. ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ആക്റ്റീവ് ഇൻകം. എന്നാൽ നമുക്ക് മറ്റുള്ളവരുടെ സമയത്തെ നമ്മൾക്ക് വാങ്ങാൻ കഴിഞ്ഞാൽ, അവരുടെ സമയം നമ്മുടെയും കൂടി പ്രൊഡക്റ്റീവ് അവറായി മാറിയാൽ നമ്മുടെ പ്രൊഡക്റ്റീവ് അവർ വർദ്ധിക്കും, നമ്മുടെ വരുമാനം വർദ്ധിക്കും. വേണുഗോപാൽ സാറിലൂടെ വന്നു വിനോദ് കുമാർ കുന്ദമംഗലം എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി വന്നു. ഒരിക്കലും നാരായണേട്ടനൊന്നും പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത സമയമാണ്. ഇന്ന് 2 മണിക്കൂറൊന്നും അല്ല, അദ്ദേഹം 24 മണിക്കൂറും പണിയെടുക്കുന്ന ആളായിട്ട്
ഇന്ന് നാരായണേട്ടന്റെ പ്രൊഡക്റ്റീവ് അവർ എത്രയാണെന്നറിയാവോ? 10 പേര് വന്നാൽ പ്രൊഡക്റ്റീവ് കൂടും, 100 പേര് വന്നാൽ പ്രൊഡക്റ്റീവ് വർദ്ധിക്കും. നിങ്ങളുടെ പ്രൊഡക്റ്റീവ് അവർ വർദ്ധിച്ചാൽ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കും. പ്രൊഡക്റ്റീവ് അവർ വർദ്ധിപ്പിച്ചുകൊണ്ട് വരുമാനം വർദ്ധിച്ചാൽ അതിനെ പാസീവ് ഇൻകം എന്നാണ് പറയുന്നത്. നാളെ നിങ്ങൾക്ക് പണിയെടുക്കാൻ കഴിയാതെ വന്നാലും നിങ്ങളുടെ വരുമാനം വന്നുകൊണ്ടേയിരിക്കും. കിടന്നുറങ്ങുമ്പോഴും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വന്നുകൊണ്ടേയിരിക്കുന്ന വരുമാന വഴിയാണ് പാസീവ് ഇൻകം എങ്കിൽ നിങ്ങളെയും എന്നെയും പോലുള്ള സാധാരണ വ്യക്തികൾക്ക് അതിന് അവസരം തന്നിരിക്കുന്നതാണ് RCM. ഈ സിസ്റ്റം വ്യക്തിക്കല്ല പവർ, ഈ സിസ്റ്റത്തിനാണ് പവർ. RCM എന്ന് പറയുന്നത് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. രണ്ട് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ പ്രോഗ്രാം ഈ സെഷൻ അവസാനിപ്പിക്കാം. ഒത്തിരി സമയം എടുക്കുന്നു എന്ന് തോന്നുന്നു, അതിന് ഞാൻ ആദ്യമേ ക്ഷമ ചോദിക്കാണ്. രണ്ട് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. സാധാരണ ഒരു വ്യക്തിക്കും തിരിച്ചറിയാൻ പറ്റുന്നത്, നമ്മുടെ എല്ലാ സാധാരണക്കാർക്ക് വരുമാനത്തിന്റെ ഒരു പ്ലാൻ ഉണ്ട്. ഒരു ജോലി 7,500 രൂപയ്ക്ക് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത വർഷം അത് 8,000 ആവും, അടുത്ത വർഷം 8,500 ആവും. ഓരോ വർഷം കൂടുമ്പോഴും അല്ലെങ്കിൽ 2 വർഷം 3 വർഷം കൂടുമ്പോഴാണ് നമുക്ക് വരുമാനം വർദ്ധിക്കുക. എന്നാൽ ഇങ്ങനെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ വന്നാൽ ഒരുപക്ഷെ ആദ്യം നമുക്ക് 500 രൂപയെ കിട്ടത്തുള്ളൂ. രണ്ടാമത്തെ മാസം നിങ്ങൾക്ക് 1000 ആക്കി വർദ്ധിപ്പിക്കാം, മൂന്നാമത്തെ മാസം 2000 ആക്കാം, നാലാമത്തെ മാസം 3000 ആക്കാം, 5000 ആക്കാം, ഒരു 8ാമത്തെ മാസം ആക്കാം, നമുക്ക് 10ഓ 15ഓ ഒക്കെ ആക്കി വർദ്ധിപ്പിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ട്. ഇവിടെ മാസങ്ങളിലാണ് വരുമാന വർധനവ്. മറ്റു സ്ഥലങ്ങളിൽ നമുക്ക് ഇതുവരെയുള്ള ശീലം വർഷങ്ങൾ എടുത്തിട്ടുള്ള വരുമാന വർധനവാണ്. ഇവിടെ മാസങ്ങളിലൂടെ നമുക്ക് വരുമാന വർധനവ് ഉണ്ടാക്കാം. ഒരു നെറ്റ്വർക്കർക്ക് ഉണ്ടാവേണ്ട ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ആത്മവിശ്വാസം എന്ന് പറയുന്നത് പോലെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. എന്താണ് ആ മൈൻഡ് സെറ്റ്? നോക്കൂ, എനിക്ക് ആദ്യത്തെ മാസം വന്നിരിക്കുന്ന ബോണസ് 209 രൂപയുടേതാണ്. നെറ്റ്വർക്കറിന്റെ മൈൻഡ് സെറ്റ്, നെറ്റ്വർക്കിന് ഒരു ഗ്രാഫ് ഉണ്ട്. ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ മാക്സിമം എഫേർട്ട് ഇടണം, നമുക്ക് കുറച്ച് വരുമാനമേ കിട്ടത്തുള്ളൂ, അണ്ടർ പെയ്ഡ് ആണ് നമുക്ക് തോന്നും. നിങ്ങൾക്കൊരു 3ഓ 4ഓ 5ഓ മാസം എടുക്കും ഇടുന്ന എഫേർട്ടിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു വരുമാനം വരുന്നു എന്ന് തോന്നാൻ. എന്നാൽ കുറെ അധികം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എഫേർട്ട് കുറയും, വരുമാനം വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് നെറ്റ്വർക്കിന്റെ ഗ്രാഫ്. ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. ഞാൻ ഈ മൈൻഡ് സെറ്റ് എന്റെ ടീം അംഗങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ്. 209 രൂപയാണ് എന്റെ ആദ്യത്തെ മാസത്തെ ബോണസ്. എനിക്ക് 16 മാസം കൊണ്ട് ആകെ RCM എന്ന് കിട്ടിയത് 1,76,564 രൂപയാണ്. 1,76,564 രൂപ 16 മാസത്തെ എഫേർട്ടിന്റെ റിസൾട്ട് ആണെങ്കിൽ ഞാൻ അതിനെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ എനിക്ക് കിട്ടിയത് 11,035 രൂപ പെർ മന്ത് ആണ്. 11,035 രൂപ പെർ മന്ത്. എനിക്ക് ആദ്യത്തെ മാസം കിട്ടിയ ബോണസ് 209 അല്ല, 11,035 ആണ്. ഒന്ന് ചിന്തിക്കൂ, ഇന്ന് ഹേമന്ത് സാറിന്റെ ആദ്യത്തെ മാസത്തെ ബോണസ് എത്രയാണെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുമോ? മൂർത്തി സാറിന്റെ ആദ്യത്തെ മാസത്തെ ബോണസ് എത്രയാണെന്ന് ഇമാജിൻ ചെയ്യാൻ കഴിയുമോ? സോ 209 ഞാൻ ചെറുതായി കണ്ടിരുന്നെങ്കിൽ ഈ ബിസിനസ് സിസ്റ്റത്തിൽ നിൽക്കുന്ന പല ആൾക്കാർക്കും 100 രൂപ വന്നാൽ 200 വന്നാൽ 500, അയ്യോ ഇത്രയല്ലേ ഉള്ളൂ. നോ, മൈൻഡ് സെറ്റ്. ഇതാണ് ഈ സിസ്റ്റം. ഇനി ഓരോ മാസവും കഴിയുന്ന സമയത്തും എന്റെ ആദ്യത്തെ മാസത്തെ ബോണസ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നോക്കൂ, ഞാൻ ചില വ്യക്തികളെ ഇവിടെ പരിചയപ്പെടുത്താം. ഹേമന്ത് സാറ് പ്രോഗ്രാം അനൗൺസ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു, ഈ പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് സക്സസിന്റെ മാജിക് എന്ന് എന്താണ് സാർ പറയും, അല്ലെങ്കിൽ അനീഷ് പറയും എന്ന് പറഞ്ഞു. നമുക്ക് ഗിരീഷ് കുമാർ എന്ന് പറഞ്ഞ ഒരു ടീംമേറ്റ് ആണ്, ട്രിവാൻഡ്രത്തുള്ള ടീംമേറ്റ് ആണ്. ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ 24 വർഷമായിട്ട് പണിയെടുക്കുന്ന ആളാണ്. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ 750 രൂപ ശമ്പളത്തിന് കയറി 24 വർഷം കൊണ്ട് 20,000 രൂപയിൽ എത്താൻ കഴിഞ്ഞു. 750 തുടങ്ങി 20,000 എത്താൻ 24 വർഷങ്ങൾ എടുത്തു. ഏകദേശം 10 മാസങ്ങൾക്ക് മുന്നെയാണ് RCM ജോയിൻ ചെയ്തത്. രാവിലെ 9 മണിക്ക് കയറുന്നു, 6 മണിക്ക് ഇറങ്ങുന്നു. 9 മണിക്ക് കയറി 6 മണിക്ക് ഇറങ്ങുന്ന ഒരാളിന് സ്വാഭാവികമായിട്ട് പറയാം എനിക്ക് ബിസിയാണ്, ഒന്നിനും നേരമില്ല എന്ന് പറയാം. 24 വർഷമായിട്ട് ഒന്നിനും നേരമില്ല നടന്ന ആളാണ്. പക്ഷെ ഭാഗ്യം കൊണ്ട് RCM സ്വീകരിച്ചു. 11 മാസമായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. സെപ്റ്റംബർ മാസം വന്ന ബോണസ് 11,926 രൂപ. ട്രാൻസ്ഫോമിംഗ് ലൈഫ്, ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. എങ്ങനെ സാധാരണ മറ്റൊരാൾ എനിക്ക് സമയമില്ല എന്ന് പറയാൻ കഴിയും? നോക്കൂ, എറണാകുളത്ത് ഇതും ഒരു ധനകാര്യ സ്ഥാപനത്തിലെ കളക്ഷൻ ഏജന്റ് ആയിട്ട് ജോലി ചെയ്തിരുന്ന ഒരാളാണ്. 11,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളമായിട്ട് ഇന്ന് വരെ കണ്ടിട്ടില്ല. 11,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളമായി കണ്ടിട്ടില്ല. കോവിഡിന്റെ പ്രതിസന്ധിയിൽ കടകളെല്ലാം അടഞ്ഞു കിടന്നു. കളക്ഷൻ ആര് കൊടുക്കാൻ? ജീവിതം പ്രതിസന്ധിയിലായി നിൽക്കുമ്പോൾ RCM മുന്നിൽ അവസരമായി വന്നു.
മുന്നിൽ വന്ന അവസരത്തിൽ കയറി പിടിച്ചു. ഏകദേശം 11 മാസമായി. സെപ്റ്റംബർ മാസം വന്ന ബോണസ് 16,336 രൂപ. ജീവിതത്തിൽ ഏറ്റവും വലിയ വരുമാനം ഒരു മാസം കിട്ടിയ വ്യക്തിയായിട്ട് മാറി. വെറും 11 മാസമേ എടുത്തിട്ടുള്ളൂ. ട്രാൻസ്ഫോമിംഗ് ലൈഫ്, ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. സീനിയർ സിറ്റിസൺ ഗിരിജാദേവി അമ്മ, തൃപ്പൂണിത്തുറയാണ്. 80 വയസ്സിന് മുകളിലുണ്ടാവും. 80 വയസ്സിന് മുകളിലുള്ളവർക്ക് RCM എന്ത് കാര്യമെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ഈ അമ്മയ്ക്ക് എന്തായിരുന്നു കാര്യം? വേർഡ് ഓഫ് മൗത്ത്. നല്ലതാണെന്ന് മാത്രം പറഞ്ഞു. മറ്റുള്ളവരിലേക്ക് എന്താണ് ഓപ്പർച്യൂണിറ്റിയെ വെച്ചു കൊടുത്തു. കയ്യിൽ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് പ്രയോഗിക്കാൻ തുടങ്ങി. ഈ പ്രായത്തിൽ മക്കളെ ആശ്രയിച്ചിരിക്കുന്ന പല അമ്മമാർക്കും ഒരു മാതൃകയാണ് ഗിരിജാദേവി അമ്മ. കഴിഞ്ഞ മാസം വാങ്ങിയ ബോണസ് 9,198 രൂപ. ട്രാൻസ്ഫോമിംഗ് ലൈഫ്, ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ട്രിവാൻഡ്രത്ത് ബിസിനസ് സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ്. രാവിലെ തുറന്ന് വൈകിട്ട് അടയ്ക്കുന്ന ബിസിനസ് സ്ഥാപനം. അതിൽ സീരിയസ് ആയിട്ടിരിക്കുന്ന ഒരാളിനോട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമയമില്ല എന്നേ പറയാൻ കഴിയൂ. എന്നാൽ ജീവിതത്തിന്റെ രണ്ടാമത്തെ ഒരു വരുമാന വഴി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് ബിസിനസ്സുകാർക്കും മാതൃകയാണ് ആശാ മാഡം. 15 ലക്ഷം രൂപ മുതൽ മുടക്കിയ ഒരു ബിസിനസ് സ്ഥാപനം ഒരു സൈഡിൽ, 1 രൂപ മുതൽ മുടക്കാത്ത RCM എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി മറു സൈഡിൽ. RCM എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞ സെപ്റ്റംബർ മാസം കൊടുത്ത ബോണസ് 14,806 രൂപ. ട്രാൻസ്ഫോമിംഗ് ലൈഫ്, ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. സാധാരണ ഒരു വീട്ടമ്മയാണ് സലീന. ട്രിവാൻഡ്രത്തുള്ള ഒരു സാധാരണ വീട്ടമ്മ. ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് ഒരു നല്ല വരുമാന വഴി ആയിക്കൊണ്ട് കുടുംബത്തെ എങ്ങനെ സഹായിക്കാൻ കഴിയും? ഈ ഓപ്പർച്യൂണിറ്റി എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയും? ഒരു വീട്ടമ്മ 11 മാസം 10,000 രൂപയ്ക്ക് മുകളിൽ 13,195 രൂപയാണ് കഴിഞ്ഞ മാസം വാങ്ങിയ ബോണസ്. ട്രാൻസ്ഫോമിംഗ് ലൈഫ്, ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഏത് സാധാരണ വീട്ടമ്മയ്ക്കും കഴിയും. കോവിഡിന്റെ പ്രതിസന്ധിയിൽ ജോലി നഷ്ടപ്പെട്ട ആളാണ് മണികണ്ഠൻ നായർ. ട്രിവാൻഡ്രത്തെ ട്രാവൻകൂർ മാൾ എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഒരു ഇലക്ട്രോണിക് ഷോപ്പിൽ സ്റ്റോർ കീപ്പറായിട്ട് നിന്നു. കോവിഡിന്റെ പ്രതിസന്ധിയിൽ സ്ഥാപനം അടച്ചു. ജോലിയില്ല, വരുമാനമില്ല. അൺഎംപ്ലോയിഡ് എന്ന് പറയുന്ന കാറ്റഗറി. നോക്കൂ, ജോലിയില്ല, തൊഴിൽ നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. RCM ഓപ്പർച്യൂണിറ്റി ആയിട്ട് സ്വീകരിച്ചു. 13ാമത്തെ മാസം വന്ന ബോണസ് ആണ് 17,939 രൂപ. 10,000 രൂപയ്ക്ക് മുകളിൽ അദ്ദേഹത്തിന് ആ സ്ഥാപനത്തിന് ശമ്പളമായിട്ട് കിട്ടിയിട്ടില്ല. ട്രാൻസ്ഫോമിംഗ് ലൈഫ്, ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഓപ്പർച്യൂണിറ്റി എന്റെ കൈകളിലേക്ക് വെച്ച് നീട്ടിയത് ഹേമന്ത് സാറും പ്രേം സാറും കൂടെ വന്ന് വെച്ച് നീട്ടി. ഞാനത് സ്വീകരിച്ചു. സെൽഫ് കോൺഫിഡൻസ്. ഞാൻ അറിയാൻ ശ്രമിച്ചു, പഠിക്കാൻ ശ്രമിച്ചു, എന്റെ ആത്മവിശ്വാസം ഞാൻ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു. ഈ അവസരത്തെ ഏറ്റവും നല്ല അവസരമായി കണ്ടു. RCMനെ ജീവനായിട്ട്, ലൈഫായിട്ട് കണ്ടു. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 15ാമത്തെ മാസത്തെ എന്റെ ബോണസ് ആണ് 38,984 രൂപ. 16ാമത്തെ മാസം. ഇതിന്റെ 15ാമത്തെ മാസത്തെ ബോണസ്. സെപ്റ്റംബർ മാസം വന്ന ബോണസ്. ഇതൊക്കെ 0-ൽ നിന്ന് തുടങ്ങി 1.5 വർഷത്തിനുള്ളിൽ 35,000 രൂപയ്ക്ക് മുകളിൽ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന എന്നെ പോലെ, ഈ പറഞ്ഞ ആൾക്കാരെ പോലെ സാധാരണ ആൾക്കാർക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന മറ്റെന്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ട്? ഒന്ന് പറയൂ. എന്റെ സീനിയർ 60ാമത്തെ വയസ്സിലാണ് RCMൽ ജോയിൻ ചെയ്യുന്നത്. 60ാമത്തെ വയസ്സിൽ. 61.5 വയസ്സ് തികയുന്നതിന് മുമ്പ് 40,000 രൂപയ്ക്ക് മുകളിൽ വരുമാനത്തിലെത്തി. പ്രതിമാസം 40,000 രൂപ വരുമാനം കിട്ടുന്ന ഒരു ലെവലിൽ എത്താൻ കഴിഞ്ഞു. 60ാമത്തെ വയസ്സിൽ ജോയിൻ ചെയ്തിട്ട് 61.5 വയസ്സ് എടുത്തില്ല. 60 വയസ്സ് കഴിഞ്ഞ് ആരെങ്കിലും ഈ ഘട്ടത്തിൽ ഉണ്ടെങ്കിൽ, പ്രായം ഇവിടെ ഏജ് ലിമിറ്റ് പ്രശ്നമേ ഇല്ല. ഏത് സാധാരണ വ്യക്തിക്കും ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. ഓപ്പർച്യൂണിറ്റി. ഇതാണ് മാജിക്. ഇവിടെ ജീവിത വിജയത്തിന് ഈ സ്ഥലത്ത് ഒരേ ഒരു മാജിക്കേ ഉള്ളൂ. ക്രിയേറ്റ് മോർ അച്ചീവേഴ്സ് ഇൻ യുവർ ടീം. നിങ്ങളുടെ ടീമിൽ കൂടുതൽ അച്ചീവേഴ്സിനെ, കൂടുതൽ വ്യക്തികളുടെ ജീവിതത്തെ മാറ്റാനായിട്ട് പരിശ്രമിച്ചാൽ നമ്മുടെ ജീവിതം മാറും. വേറെ ഒരു മാജിക്കും ഇവിടെയില്ല. ക്രിയേറ്റ് മോർ അച്ചീവേഴ്സ് ഇൻ യുവർ ടീം. ജീവിതങ്ങളെ മാറ്റാൻ ശ്രമിക്കണം. നമ്മുടെ ജീവിതം മാറും. ഈ ഒരു തവണയുടെ കാരണം സുജിത് സാറിന് വിഷമം വരും. ഒരു കഥ പറയാതെ പോയി കഴിഞ്ഞാൽ സുജിത് സാറിന് ഭയങ്കര വിഷമമാണ്. കാരണം സുജിത് സാറിന് കഥയാണ് എപ്പോഴും ഇഷ്ടം. ഒരു ചെറിയ കഥയാണ് കേട്ടോ, ഒന്നുമില്ല. ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ചാടിച്ചാടി നടക്കുന്ന ഒരു തവളയെ പിടിച്ചിട്ട് ഒരു പാനിൽ കറച്ച് വെള്ളം വെച്ച് ചെറുതായിട്ടൊന്ന് ചൂട് വരുന്ന സമയത്ത് ഈ ചാടിച്ചാടി നടക്കുന്ന തവളയെ പിടിച്ച് അതിനകത്ത് ഇടണം. ഈ തവള അനങ്ങാതെ കിടക്കും. കാരണം ഒരു സുഖലോലുപതയിൽ, ഒരു കംഫർട്ട് സോണിൽ എത്തപ്പെടും. ഇങ്ങനെ കിടക്കും. മെല്ലെ
ഈ വെള്ളത്തിന്റെ ചൂട് കൂടാൻ തുടങ്ങുന്ന സമയത്ത് ഈ തവള ആ സുഖലോലുപതയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് തന്റെ എനർജിയെ എന്താണ് ബോഡി ടെമ്പറേച്ചറിനെ റിലീസ് ചെയ്യും. തന്റെ എനർജി തന്റെ എന്താണ് എഫേർട്ട് ഇട്ടിട്ട് എനർജി റിലീസ് എന്താണ് കൂട്ടിയിട്ട് ബോഡി ടെമ്പറേച്ചറിനെ റിലീസ് ചെയ്യാൻ തുടങ്ങും. വെള്ളത്തിന്റെ ചൂട് കൂടുന്നതിനനുസരിച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടും. നമ്മളെയൊക്കെ സാധാരണക്കാർ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അങ്ങൊരു സുഖലോലുപതയിൽ ഇരിക്കും. എത്ര കഠിനമായ പണി പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ എഫേർട്ട് ഇടും. നമ്മുടെ കൂടുതൽ കഴിവുകൾ അവിടെ വിനിയോഗിച്ച് ആ സുഖലോലുപതയിൽ നിന്ന് പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കും, ഈ തവള ചെയ്യുന്നത് പോലെ. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോ വെള്ളത്തിന്റെ ചൂട് വല്ലാതെ കൂടുന്ന സമയത്ത് പിന്നെ തവളയ്ക്ക് റിലീസ് ചെയ്യാൻ എനർജി ഇല്ലാതെ വരും. ആ സമയത്താണ് അയ്യോ ഇതൊന്ന് രക്ഷപ്പെടണമല്ലോ, പുറത്ത് ചാടണമല്ലോ എന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്ത തുടങ്ങുന്ന സമയത്ത് തന്നെ, അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോ തവളയുടെ ശരീരത്തിലെ കഴിവുകളും എനർജിയും ഇതെല്ലാം റിലീസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ശക്തി ഇല്ലാണ്ടാവും. നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാര് ഒരു ചെറിയ ശമ്പളമോ അല്ലെങ്കിൽ ഒരു വരുമാന വഴിയോ കിട്ടിക്കഴിഞ്ഞാൽ ആ സുഖലോലുപതയിൽ ഇരിക്കും. അവിടെ പണി കഠിനമായാൽ നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് അവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. ഒരു സമയം ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല എന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ കഴിവും നമ്മുടെ ഇതെല്ലാം എനർജിയും ഊർജ്ജം എല്ലാം നഷ്ടപ്പെട്ടിരിക്കും. സോ ഡിസിഷൻ എടുക്കേണ്ട സമയത്ത്, തീരുമാനം എടുക്കേണ്ട സമയത്ത്, മനസ്സിലാക്കേണ്ട സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ആ സുഖലോലുപത പൊളിച്ചൊന്ന് പുറത്തേക്ക് വരൂ. ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊന്ന് ചിന്തിക്കൂ. നിങ്ങളെ ഇവിടെ ക്ഷണിച്ചവരോട് ചോദിക്കൂ. നിങ്ങളുടെ പ്രിയപ്പെട്ട ലീഡേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കൂ. എന്നിട്ട് ചേഞ്ച് യുവർ തോട്ട്സ്, നിങ്ങളുടെ ചിന്തകൾ മാറ്റൂ. ചേഞ്ച് യുവർ തോട്ട്സ്, ചേഞ്ച് യുവർ വേൾഡ്. നിങ്ങളുടെ ചിന്തകളെ മാറ്റൂ, നിങ്ങളുടെ ജീവിതം മാറും. ചേഞ്ച് യുവർ തോട്ട്സ്, ചേഞ്ച് യുവർ വേൾഡ്. ജയ് RCM, ഗുഡ് RCM. താങ്ക് യു.